അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമയം ദൈവം ഒരുക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. I'm praising God for God having prepared for us a blessed opportunity. കഴിഞ്ഞ 3 ദിവസം രാത്രിയിലെ മീറ്റിംഗ്, പകൽ ഉപവാസ പ്രാർത്ഥന എല്ലാം വളരെ വളരെ അനുഗ്രഹമായി നടത്തി ദൈവത്തിന്റെ ദിവ്യമായിട്ടുള്ള ആലോചന ശ്രമിപ്പാനും ദൈവത്തോട് അടുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. In a very blessed day in the past days, we had the gospel meetings and the fasting prayers a day, and God enabled us to hearken to the precious word of God and to surrender to it. ദൈവത്തിന് മഹത്വം. Glory to God. ഈ ഉപദേശം കൊണ്ട് അല്ലെങ്കിൽ കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു പറയുന്നത് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുക, അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. By this doctrine, by this fellowship, this is our need, that we have to draw very closely to our God, or we should be always found beside our God. കർത്താവിനോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത് ജീവിതം എത്ര മനോഹരമായിട്ടുള്ള ഒരു ജീവിതമാണ്. Being together with our God, what a beautiful life it is. കർത്താവിൽ നിന്ന് അകന്നിരിക്കുന്നവൻ നശിച്ചു പോകുന്നു വചനം വായിക്കുന്നു. Word of God says, he who departs from the Lord shall perish. കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന വ്യക്തികൾ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച്, ഏത് നിലയിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ചുരുക്കമായി ചില കാര്യങ്ങൾ നമ്പറിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. In brief, I like to number out some points regarding as to how those who desire to be with the Lord, or those who desire to join the Lord, should be. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്, വീണ്ടും ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുതിയ അനുഭവങ്ങളോ മറ്റൊന്നുമല്ല. നമുക്കറിയാവുന്ന വിഷയങ്ങൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. All these matters are very familiar to us, but just I'd like to remind it again. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-14 വചനം നമുക്ക് വായിക്കാം. Hebrews chapter 13 verse 13 and 14. എബ്രായ ലേഖനം 13-14. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതിനെ അത്രയും നാം അന്വേഷിക്കുന്നത്. ദൈവത്തിന് മഹത്വം. Glory to God. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിനടുത്തേക്ക് ചെല്ലുക, നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരം ഇല്ലല്ലോ. Let us go forth therefore unto him without the camp, bearing his reproach, for here we have no continuing city. കഴിഞ്ഞ രാത്രിയിലും ദിവസങ്ങളിലും നമ്മൾ ശ്രമിച്ചതും അതുപോലെയാണ്. ദൈവമക്കളെ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ആ വാക്ക് നമ്മളെ ചിന്തിച്ചു. എവിടെയാണ് അക്കര, അല്ലെങ്കിൽ എത്തേണ്ടത് സ്ഥലം, തുറമുഖം ഏതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ശ്രദ്ധിപ്പാനിടയായി. Last night also we had been hearing regarding the same matter, that we have to go to the other shore. ദൈവത്തിന് മഹത്വം. Praise be to God. അക്കരയ്ക്ക് നമുക്ക്, ദൈവമക്കളെ, യേശു എവിടെയായിരിക്കുന്നുവോ അവിടേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടെ നമ്മൾ എത്തുവാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി നമ്മൾ ചിന്തിക്കാം. In order to reach the other shore, or in order to reach that place where Jesus is, how we should be, or what all things we are to observe, in brief, let's meditate it. നമുക്ക് വേണ്ടി ദൈവമക്കളെ പാളയത്തിൽ പുറത്തു പോയി നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചു. Our Lord God had gone without the camp and endured sufferings for our sake. ഇവിടെ വായിച്ചു, അവനെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിനടുത്തേക്ക് ചെല്ലുക. Here we heard being read, let's go forth therefore unto him without the camp, bearing his reproach. ദൈവത്തിന് മഹത്വം. Glory to God. കർത്താവിന്റെ അടുക്കൽ നമ്മൾ ചെല്ലണമെങ്കിൽ ഏതെല്ലാം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം, ഏത് നിലയിൽ കൂടെ എത്തുവാൻ കഴിയുമെന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. What all experiences should be found in our life, or what all things we have to observe in order to reach or come nigh unto Jesus from the scripture. In brief, I'd like to remind you. ദൈവത്തിന് മഹത്വം. Glory to God. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Luke the Gospel chapter 14 and verse 27 we read, നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലുക എന്ന് പറയുമ്പോൾ എങ്ങനെ ചെല്ലണം എന്നതിനെ കുറിച്ച് ഒരു കാര്യം, ഒന്നാമത്തെ വിഷയം ഇവിടെ വായിക്കുന്നു. ലൂക്കോസ് 14:27 വാക്യം. Going without the camp, bearing his reproach. When we learn from this verse, the first point we can learn from Luke the Gospel chapter 14 verse 27. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇവിടെ വായിക്കുന്നു, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂസ് എടുത്ത് അനുഗമിക്കാത്തവനും കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയില്ല. Word of God says, and whosoever doth not bear his cross, deny himself and come after me, cannot be my disciple. തന്നെത്താൻ ത്യജിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ നിശ്ചയമായും
ത്യജിക്കേണ്ട കാര്യങ്ങളെ ത്യജിച്ചെങ്കിൽ മാത്രമേ അവനെ അനുഗമിപ്പാൻ കഴിയുള്ളൂ. We have to deny many things. So all those who desire to follow the Lord, they have to renounce many things in order to follow him. ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ മാർഗത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ള ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. Carrying the cross and following Jesus means firstly we need a commitment in order to follow the Lord carrying the cross. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, അപ്പോസ്തലപ്രവൃത്തിയിൽ ഇപ്രകാരം വചനം വായിക്കുന്നുണ്ട്. Dear children of God, in Acts the Apostles we read 28ന്റെ 20ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. in 28:20, ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. Saint Paul says, for the hope of Israel I'm bound with this chain. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. ദൈവമക്കളെ, ചങ്ങല എന്ന് പറയുമ്പോൾ ബന്ധിക്കപ്പെടുന്ന അനുഭവമാണ്. പലവിധ കഷ്ടങ്ങളിൽ കൂടെ പോരാട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. എന്തിനു വേണ്ടി വിശുദ്ധ പൗലോസ് ചങ്ങല സഹിച്ചു എന്നറിയാമോ? ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമായിട്ടാണ്. Chains means being bound by various kinds of afflictions, various kinds of conflicts. And for what purpose was Saint Paul bound? He was bound for the hope of Israel. പ്രത്യാശ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവമക്കളെ, ആ പ്രത്യാശ അല്ലെങ്കിൽ തുറമുഖത്തെക്കുറിച്ചുള്ള ആ സ്വർഗീയ നാടിനെ കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും കഷ്ടങ്ങളും വന്നാലും അതിനെ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ ഗുണം കഴിയും. If we have a hope regarding the eternal heavenly kingdom, then whatever afflictions, whatever conflicts of presence we are allowed to face, everything we will endure joyfully and press forward. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടങ്ങളിൽ കൂടെയാണ് നമ്മുടെ പ്രിയൻ കടന്നുപോയത്? Through what all afflictions did our beloved pass through? അനവധി പീഡകളിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ, നിന്നയിൽ കൂടെയും പരിഹാസങ്ങളിൽ കൂടെയും എല്ലാവരാലും ത്യജിക്കപ്പെട്ട് ആരാലും സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വന്തം ജനം ഒക്കെയും തള്ളിക്കടഞ്ഞ് പിതാവും കൂടെ അവസാനത്തിൽ കണ്ണടച്ച ഒരവസ്ഥയാണ്. എങ്കിലും എൻ്റെ പിതാവിന് ഇഷ്ടം മാത്രം നിവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പുറപ്പെട്ടതായ ജീവൻ അർപ്പിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന സ്നേഹത്തെ നമുക്ക് ഓർക്കാം. We can understand that our Lord Jesus has gone through various kinds of afflictions. He endured shame, mockery, rejections, and in all wise he was suffered a lot. But we see this was he was even forsaken by his own people, and finally we see even the Father forsook him. But this was his desire, somehow he should fulfill the will of the Father, and we have to remember this love and go forward. യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വിശുദ്ധ പൗലോസ് സൗലായ ആ വിശുദ്ധ പൗലോസ് യേശുവുമായിട്ടുള്ള ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി കർത്താവിനോട് കൂടെ ആയിരിക്കാനുള്ള സമർപ്പണം പൗലോസിന്റെ ജീവിതത്തിലുണ്ടായി. After coming into the relationship with our Lord Jesus, Saul, he was translated into Saint Paul, and finally we see here the desire to always be found together or united with our Lord Jesus. ഏതെല്ലാം അവസ്ഥയിൽ കൂടെ, പോരാട്ടങ്ങളിൽ കൂടെ, ഏതവസ്ഥ വന്നാലും ശരി, എന്ത് കഷ്ടം വന്നാലും, നിന്ദിക്കപ്പെടേണ്ടി വന്നാലും, ചങ്ങല ധരിക്കേണ്ടി വന്നാലും യേശുവിന്റെ പാത മാത്രം പിന്തുടരണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. Whatever afflictions are allowed to face, what all untoward incidents or adverse situations are allowed to face, even if I allowed to be bound in chains, this was the only desire of Saint Paul, that somehow I should follow my Lord Jesus. ദൈവമക്കളെ, കഷ്ടത അനുഭവിച്ചെങ്കിൽ മാത്രമേ, കഷ്ടതയിൽ കൂടെ മാത്രമേ യേശുവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുള്ളൂ. Dear children of God, we have to endure afflictions. Only through sufferings we can come nigh unto Jesus. ആ യേശുവിന്റെ അടുക്കൽ നമുക്ക് എത്തണമെങ്കിൽ നിശ്ചയമായും കഷ്ടതയുടെ വഴിയിൽ കൂടെ കടന്നു പോകണം. In order to reach our Jesus, we have to go through the path of suffering. കഷ്ടത വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ, അത് അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടുക്കിലേക്ക് നിന്നെ അനുഗമിക്കുന്നില്ല എന്നുള്ള അർത്ഥമാണ്. If you say that I do not want sufferings, or I'm unable to endure sufferings, then this reveals that you are unable to come nigh unto him. ദൈവത്തിന്റെ മഹത്വം. Glory be to God. യോഹന്നാൻ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. In Acts the Apostles chapter 14 and verse 22 we read, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, അഥവാ ക്രിസ്തുവിനോടുകൂടെ വാസം ചെയ്യണമെങ്കിൽ, കർത്താവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ അനവധി കഷ്ടങ്ങളിൽ കൂടെ ഇവിടെ കടന്നു പോകണം. To enter into the kingdom of God, to come nigh unto Jesus, to be together with him, we have to go through much tribulation. ഇന്ന് കഷ്ടം സഹിക്കുന്ന വിഷയത്തിൽ വളരെ പുറകോട്ടാണ് ദൈവമക്കൾ. ഒരു നിമിഷം പോലും, ഒരു ചെറിയ തലവേദന പോലും സഹിക്കാൻ പലർക്കും കഴിയുന്നില്ല. വിശ്വാസം ത്യജിച്ച് ലോകത്തിലേക്ക് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. Today we see many of our children of God have come short in this matter of enduring sufferings. They are denying
behind the faith and going behind the world. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണം. You have to endure sufferings for our Lord's sake. കഷ്ടം സഹിക്കാം. You have to endure sufferings സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. and do the work of an evangelist. ദൈവമക്കളെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണം. Dear children of God, we have to endure afflictions. എങ്കിൽ മാത്രമേ കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയൂ. Only then we can come nigh and or draw nigh unto him. എല്ലാവരുടെയും വളരെ വാഞ്ചയും ദാഹവുമാണ്, ആഗ്രഹമാണ് നിശ്ചയമായും ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറിയാൽ എന്റെ യേശുവിന്റെ അടുക്കിലേക്ക് എനിക്ക് എത്തണമെന്ന്. This is the thirst and desire of all of us, that when we leave this world we have to reach our Lord. യേശുവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ ഏതെല്ലാം അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകണം. In order to reach our Jesus, even if we can say that we go through various experiences, afflictions is inevitable. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. In Romans chapter 5 and verse 4 we read, നാം കഷ്ടങ്ങളിലും റോമലേഖനം 5-ന്റെ 4-ാം വാക്യം. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവമക്കളെ കഷ്ടങ്ങളിൽ പ്രശംസിച്ചാൽ നിശ്ചയമായും ക്രിസ്തുവിന്റെ മുൻപിൽ നമുക്ക് പ്രശംസ ലഭിക്കും. Dear children of God, if we glory in our tribulations, then we'll have glory before our Lord Jesus. കർത്താവിന്റെ മുൻപിൽ നമുക്ക് പ്രശംസ ലഭിക്കണമെങ്കിൽ നിശ്ചയമായും കഷ്ടം സഹിക്കണം. In order to be gloried before the Lord Jesus, it's inevitable to endure sufferings. ദൈവമക്കളെ ഈ ലോകത്തിലുള്ളായിരിക്കുന്നതായ കഷ്ടതകൾ, ഉപദ്രവങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെയും നമ്മൾ സഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സഹിച്ചാൽ കൂടെ വാഴുവാൻ കഴിയും, അഥവാ കർത്താവിന്റെ കൂടെ ഇരിപ്പാൻ നമുക്ക് കഴിയും. If you endure all the sufferings, afflictions, oppositions, rejections in this world, then one day we'll be able to be seated together with our Jesus. ദൈവത്തിന് മഹത്വം. Glory be to God. കൂട്ടായ്മ നല്ലതാണ്. It's good. Fellowship is. ആരാധന നല്ലതാണ്. Worship also is good. ശുശ്രൂഷ നല്ലതാണ്. Ministry also is good. ശുശ്രൂഷക്കാരും നല്ലതാണ്. Servants of God too are അതിനൊക്കെ good. നമ്മൾ വാനോളം പുകഴ്ത്താറുണ്ട്. And we exalt them to the sky. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? But what does our God desire of us? ദൈവമക്കളെ കർത്താവിന്റെ മുൻപിൽ നമുക്കൊരു പ്രശംസ ലഭിക്കണമെങ്കിൽ കഷ്ടം സഹിക്കണം. In order to have glory before our Lord, we should endure sufferings. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? For what purposes has God called us? ദൈവത്തിന് മഹത്വം. Glory be to God. കർത്താവിന് വേണ്ടി, കർത്താവിന്റെ മാർഗത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ഒരു അനുഭവമാണ്. In order to suffer for the Lord's name, in order to suffer for the Lord. ഒരു യൗവനക്കാരൻ സാക്ഷി പറഞ്ഞല്ലോ. A young man testified. കൊട്ടാരക്കര കൺവെൻഷന് വേണ്ടി കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചു, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ഞാൻ വർഷങ്ങളുടെ കഷ്ടപ്പെടുമായിരുന്നു. അതിനാൽ എനിക്കൊരു ഉയർച്ചയും നന്മയും ലഭിച്ചു. ഇന്നും ഞാൻ ചില വർഷങ്ങളായിട്ട് ദുബായിൽ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നു, അല്ലെങ്കിൽ വേല ചെയ്യുന്നു എന്ന് താൻ പറയുകയുണ്ടായി. For the Lord's sake, during Kottarakara convention, for years together he came over there and labored physically, and as a result God blessed him with a good job, and now presently he is at Dubai. കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നതും നാം ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുന്നതൊക്കെ ദൈവത്തിന് മുൻപിൽ ലഭിക്കുന്ന പ്രശംസയാണ്. Physically, when you endure sufferings for our Lord, it shall become a glory before him. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. കർത്താവിന്റെ അടുക്കൽ എത്തണമെങ്കിൽ റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Romans chapter 8 and verse 18 we read, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവമക്കളെ, എന്താണ് ഈ കഷ്ടം സഹിക്കുന്നതിന്റെ ഉദ്ദേശം? എന്താണ്? Dear children of God, what is the purpose behind enduring these sufferings? If we endure sufferings, ഒരു നിത്യ തേജസ് നമുക്ക് ലഭിക്കും. one day we'll have an eternal glory. കഷ്ടം സഹിക്കുന്നെങ്കിൽ, if you endure sufferings, അതിന് പിന്നിൽ ഒരു തേജസ് ഉണ്ട്. there's a glory behind it. ആ തേജസ്സിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചവർക്ക് മാത്രമേ ദൈവമക്കളെ ഈ കഷ്ടം സഹിപ്പാൻ കഴിയുള്ളൂ. Only who have a revelation regarding this glory can endure sufferings. എല്ലാവർക്കും കഷ്ടം സഹിക്കാൻ കഴിയുന്നില്ല. Not all can endure sufferings. ഞങ്ങൾക്ക് അതിന് കൃപയില്ലെന്നൊക്കെയാണ് പറയുന്നത്. They say we do not have the grace for it. നിശ്ചയമായും ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അപ്പോൾ ദൈവത്തിന്റെ കൃപ നമുക്ക് ദൈവം തരും. For sure, dear children of God, if we come nigh unto him at the needed time, at the apt time, our God will grant us the needed grace. എന്തിനു വേണ്ടി കഷ്ടം സഹിക്കണം? For what purpose should we suffer? തേജസ് പ്രാപിക്കുവാൻ. In order to receive a glory. ആ തേജസ് എന്തിനു വേണ്ടി പ്രാപിക്കുന്നു? For what the purpose that glory is? തേജസ്സിനായിരിക്കുന്ന ഒരു ഭവനം നമുക്ക് ദൈവമക്കളെ പ്രാപിക്കാൻ വേണ്ടിയാണ്. Dear children of God, that we might attain a glorious home. ആ തേജസ്സിന്റെ ഭവനം നമുക്ക് അവകാശമാക്കണമെങ്കിൽ നിശ്ചയമായും നാം തേജസ് പ്രാപിക്കണം. In order to inherit that glorious home, we should attain that glory. ഈ തേജസ്സിന്റെ മാർഗ്ഗമാണ്. This is the way of glory. തേജസ്സിന്റെ കൂട്ടായ്മയാണ്. This is the fellowship of glory. ദൈവമക്കളെ, തേജസ്സിനായിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രിസ്തുവിന്റെ മാർഗ്ഗം. Dear children of God,
but the way of Christ is full of glory. യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ When we speak about Lord അവൻ Jesus, തേജസ്സിന്റെ പ്രഭയാണ്, He is the brightness of glory, തത്വത്തിന്റെ മുദ്രയും, and He is the seal താൻ of, മാത്രം അമർത്യമായവൻ, He is the only person who അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. dwelleth beside the light which we cannot draw nigh unto. വായിച്ചേ, അവന് എബ്രായർ 1:3 1:3 വാക്യം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭ, കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. Our Lord Jesus is the brightness of the glory of the Father. പിന്നെ തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലഭാഗത്ത് ഇരിക്കുകയും മഹിമയുടെ വലത്തുഭാഗത്ത് നമ്മുടെ പുത്രൻ ഇരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തേജസ്സിന്റെ പ്രഭയാണെങ്കിൽ നീ കഷ്ടം സഹിക്കുന്നെങ്കിൽ ആ തേജസ്സിന്റെ പ്രഭ വായിപ്പാൻ കഴിയും. If our Lord Jesus is the brightness of His glory, if you shall suffer, then you too can attain that glory. അതുകൊണ്ടാണ് ദൈവമക്കളെ കഷ്ടം സഹിക്കുക. Therefore, dear children of God, സുവിശേഷത്തിന്റെ പ്രവൃത്തി ചെയ്യുക. You watch, endure afflictions and do the work of an evangelist. നമ്മൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ, ദൈവമക്കളെ ക്രൂസ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ മാർഗത്തിൽ വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ആ പാളയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയും. If you endure sufferings, if you decide to take the cross and follow the Lord Jesus, and then you can go without the cap bearing His reproach. നമ്മൾ ലോകത്തെ വിട്ടു, പാപത്തെ വിട്ടു, we left the world, ലോക ഇമ്പങ്ങളൊക്കെ വിട്ടു, left the sin and its pleasures, ലോകത്തിന്റെ ജീവിതങ്ങളൊക്കെ വെറുത്തു, left all the pleasures of this യേശുവായുള്ള ബന്ധം എനിക്ക് മതി എന്ന് പറഞ്ഞു. The relationship with Jesus enough for me. ആ ദിവ്യ സന്തോഷത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. And people live in the divine love. എല്ലാത്തിനും ഉദ്ദേശം എന്താണ്? What is the purpose behind it? നമ്മൾ എന്താ സമുദായം വിട്ടത്? Why did we leave our old? തെറ്റായ ആചാരങ്ങളൊക്കെ വിട്ടതിന്റെ കാരണം എന്താ? What is the reason for leaving a wrong way of worship? തെറ്റായ വഴി വിട്ടതിന്റെ കാര്യം എന്താ? What's the reason to come out of our? ഒരേ ഒരു ലക്ഷ്യം മാത്രം. Only one ambition. എന്റെ യേശുവിനോടുകൂടെ എനിക്ക് വസിക്കണം. I want to dwell with my Jesus. എന്റെ യേശു എവിടെയായിരിക്കുന്നുവോ അവിടെ എനിക്ക് എത്തണം. Where my Jesus is, there I too want to reach. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അതിനാ ദൈവമക്കളെ കഷ്ടം സഹിക്കേണ്ടത്. And for that we change our afflictions. ദൈവത്തിന്റെ മഹത്വം. Glory be to God. എന്ത് കഷ്ടം സഹിച്ചാൽ എന്ത് ലഭിക്കുന്നു? What shall we attain when we endure afflictions? തേജസ് ലഭിക്കുന്നു. Glory. തേജസ് പ്രാപിക്കാത്ത കാലത്തോളം ദൈവമക്കളെ നിത്യതയിൽ എത്തുവാൻ കഴിയില്ല. As long as we do not attain this glory, we cannot reach eternity. 1 Corinthians 15 അധ്യായത്തിൽ പല തേജസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. In 1 Corinthians chapter 15, various kinds of glory is being mentioned. ദൈവമക്കളുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയെ അല്ല തേജസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മഹിമയായി കാണാൻ കഴിയുന്നു. But regarding the glory of the children of God, we can say it's more glorious. പക്ഷിയുടെ തേജസ് വേറെ. There is the glory of the 40 വാക്യം. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. ഭൗമ ശരീരം എന്ന് പറയുമ്പോൾ അഴിഞ്ഞു പോകുന്നതാണ്, മായയായ അവസ്ഥയാണ്, നിലനിൽക്കാത്ത ഒരു സൗന്ദര്യമാണ്. The body is terrestrial, its glory is not established forever, it's not lasting, but it's temporal. പുറമേയുള്ള സൗന്ദര്യത്തിന് വേണ്ടി മനുഷ്യൻ ഏതെല്ലാം കാര്യങ്ങൾ പരിശ്രമിക്കുന്ന അറിയാമോ? We see man making efforts in order to liken himself with the earthly beauty. പുറമേയുള്ള ശരീരത്തിന് വേണ്ടി എന്തെല്ലാം മനുഷ്യൻ ചെയ്തു കൂട്ടുന്നുണ്ട്. For the outer body we see man doing many things. അതൊരു മായയാണ്. But it's vanity. നിലനിൽക്കാത്തതാണ്. It's unlasting. എന്നാൽ സ്വർഗീയ ശരീരം എന്ന് പറയുമ്പോൾ ദൈവമക്കളെ സ്വർഗീയരെ പോലെ ആയി തീർന്നിരിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ആ സ്വർഗീയ ശരീരത്തോടുകൂടെ തേജസ്സോടുകൂടെ ഉയർക്കുവാൻ കഴിയുള്ളൂ. But regarding the celestial bodies, we can understand that all those who are conformed to the image of that heavenly God alone can reach that glory. ദൈവത്തിന് മഹത്വം. Glory be to God. സ്വർഗീയ ശരീരം, a celestial body, ഒരു മൃഗത്തിന്റെ തേജസ്സല്ല. Now the glory of an animal, പക്ഷിയുടെ തേജസ്സല്ല. now the glory of any bird, സാധാരണ മനുഷ്യന്റെ തേജസ്സല്ല. now the glory of an ordinary man. ദൈവമക്കളെ ജീവിക്കുന്ന ദൈവമക്കളെ നിശ്ചയമായും ആ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ദൈവമക്കളെ ആ തേജസ് എന്ന് പറയുന്നത് സ്വർഗീയ തേജസ്സാണ്. അഥവാ കർത്താവിന്റെ ദിവ്യ തേജസ് പ്രാപിപ്പാൻ കഴിയും. ആ തേജസ്സോട് പ്രാപിക്കുന്നവർക്ക് മാത്രമേ നിത്യതയിൽ യേശുവിനോട് കാണപ്പെടുവാൻ കഴിയുള്ളൂ. Dear children of God, all those who endure sufferings, they can receive that glory of an eternal Father, or the glory of the celestial body, and they only can dwell together in eternity. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ ആ സ്വർഗീയന്റെ തേജസ് നമ്മൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവ
ദൈവമക്കൾ, സ്വർഗീയ തേജസ് പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവമക്കൾ, അതിനുവേണ്ടി കഷ്ടം സഹിപ്പാൻ താല്പര്യപ്പെടുന്നവർ, അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ദൈവമക്കൾ കര ഉയർത്തി അടിയടി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ മാർക്കറ്റിൽ വന്നത് എന്തിനായിരിക്കും? ഹർത്താൽ പോകാൻ വേണ്ടിയാ. We have come into this fellowship in order to be caught up in the coming of the Lord. നമുക്ക് എന്ത് സ്വാതന്ത്ര്യം, What freedom we have. നമുക്ക് എന്ത് സ്വാതന്ത്ര്യം. What freedom we have. കഴിഞ്ഞ 2 ദിവസം മുമ്പായിട്ട് ഒരു MP എന്റെ റൂമിൽ വന്ന് ഒരു കാര്യം സംസാരിക്കാനായിട്ട്. 2 or 3 days before MP came to my room. ഇലക്ഷന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജയിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ വരാം, വീണ്ടും വരാമെന്ന് പറഞ്ഞു. Prior to election he told that after winning I'll come back to this. നമ്മുടെ ഈ കൂട്ടായ്മയെ കുറിച്ച്, മാർക്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. When I spoke to him regarding our fellowship and regarding our way, he was constantly looking at my eye. ഇലക്ഷന് മുമ്പായിട്ട് വന്ന് എനിക്ക് ഒന്ന് പ്രാർത്ഥിച്ചു പോയി. Before election he came to me, God prayed. വന്നു. He and his wife came. ഞാൻ ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ആശ്ചര്യമായി. When I spoke to him regarding my experiences, ലോകത്തിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. I had never known that there's such a fellowship in this world. ഞാൻ ജയിച്ചു വരുമ്പോൾ ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞു. And after winning the election I'll come back and see you, he told me. വന്നതിന് ശേഷം പുള്ളി പറയാണ്, and he met me and told, ഞാൻ പലയിടത്ത് പ്രസംഗിച്ചു. In various places I have പ്രസംഗിച്ചൊക്കെ TPM സഭയുടെ മാർക്കത്തെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച്, അവിടെ ആയിരിക്കുന്ന അനുഭവത്തെ കുറിച്ച് ഞാൻ പലയിടത്ത് ഞാൻ പ്രസംഗിച്ചു പാസ്റ്റർ എന്ന് പറഞ്ഞു. He told me while addressing the people, I spoke in many places regarding this TPM fellowship. ഒരു ക്രിസ്ത്യാനിയല്ല. He's not a Christian. ഹൈന്ദവ മാർക്കറ്റിലേക്കുന്ന ആളാണ്. He was a Hindu man. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ മാർക്കത്തെ കുറിച്ച് തനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ താൻ ആശ്ചര്യപരമായിട്ട്, ഇങ്ങനൊരു കൂട്ടായ്മയുണ്ടോ, ഇങ്ങനൊരു ശുശ്രൂഷക്കാരുണ്ടോ, ഇങ്ങനെ ത്യാഗത്തിന്റെ വേലയുണ്ടോ, ഇങ്ങനൊരു മാർക്കമുണ്ടോ എന്ന് പുള്ളി അതിശയമായി ചോദിക്കുകയാണ്. He was wondering, is there such a group of people living in this manner? Is there such a particular kind of fellowship? Is there a group of saints living in this manner? He was wondering. ദൈവത്തിന് മാത്രം. Praise be to God. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ശുശ്രൂഷകരുടെ ജീവിതത്തിൽ അവരെ അനുഗമിക്കുന്ന ദൈവമക്കളെ, നിശ്ചയമായും ദൈവം നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ദൈവത്തിന്റെ മാർക്കത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നെങ്കിൽ, ആ നമ്മുടെ കൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിപ്പാൻ കഴിയുമെങ്കിൽ, ആ നിത്യ തേജസ്സിന് നീ പ്രാർത്ഥനാണ്. ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. Dear children of God, the servants of God renounced their life and came forward in order to serve the Lord, and a group of people, believers too, are following them, and God will never leave you or forsake you. And if you carry the cross, if you are willing to suffer for the Lord's sake into afflictions, then you too can achieve that glory. എഫെസ്യർലേഖനം 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Ephesians 3:13 we read, പെട്ടെന്ന് വായിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ, നിങ്ങളുടെ മഹത്വമാകിയാൽ, നിങ്ങൾക്ക് മഹത്വം. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾ, സഭ ദൈവമക്കളെ, കർത്താവിനെ അനുഗമിക്കുന്നവരെ, നിങ്ങൾക്കത് മഹത്വമാണ്. Dear children of God, St. Paul says, all the afflictions which I suffer is truly glory for you. ഒരു ശുശ്രൂഷകന് കഷ്ടം സഹിക്കുന്നെങ്കിൽ, if a servant of God is suffering, പരമാർത്ഥമായ ദൈവമക്കൾ, സത്യത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ, അത് മറ്റുള്ളവർക്കൊരു മഹത്വമാണ്. Children of God standing stably for the word of God, if they are upright and in their sufferings, then it's a glory for other people. പ്രത്യാശയോടെ ജീവിച്ച് മരിക്കുന്നെങ്കിൽ അതൊരു മഹത്വമല്ലേ? If you live hopefully and die, is it not a glory? ഇന്നലെ വീട്ടിലെ പിതാവിനെ കുറിച്ച് റോയ് ബ്രദർ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പാട്ടുപാടി അവന് ശേഷം ആത്മാവിൽ നിറഞ്ഞ് ദൈവസന്നിധിക്ക് ചേർക്കപ്പെട്ടെന്ന്. Yesterday regarding the father's son, Elder Roy, he preached that finally he was singing songs, prayed and was gathered to the Lord's presence. എന്റെ സിസ്റ്ററും അതുപോലെ പാട്ടുപാടി ആത്മാവിൽ നിറഞ്ഞാ മരിച്ചത്. And my sister too was gathered to God's presence in the same manner, singing songs. മരിക്കുന്നതിന് മുമ്പായിട്ട് prior to death, ഒത്തിരി പേര് ദൈവമക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. many people of God were gathered there. ചേർന്ന് പാടാൻ പറഞ്ഞു. Together let's sing, she said. എൻപ്രിയനേ എന്തിനി താമസം എന്നുള്ള പാട്ട് പാടാൻ പറഞ്ഞു. My beloved, why tarriest thou? ആ പാട്ട് പാടി എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ദൈവമക്കളെ അതിനുശേഷം നോക്കുമ്പോൾ ആളില്ല, ആൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. That song everyone together sang, and after the song ended, they looked for her, but she was not there. She was gathered to God's presence. എന്തിനു വേണ്ടി കഷ്ടം സഹിച്ചു? Why she was suffering? എന്തിനു വേണ്ടി പ്രത്യാശയോടെ രോഗശാന്തി നിലനിന്നു? For what purpose? Hopefully she stood for the truth of divine healing. ദൈവമക്കളെ നമുക്കറിയാം. And we know many people who died in this man. എത്ര ദൈവമക്കളെ നമുക്കറിയാം. Even at Vilangara we know. എനിക്കൊരു ഭാരമുള്ളത്, രോഗശാന്തി നിലനിൽക്കുന്ന ദൈവമക്കൾ അവസാന ഘട്ടത്തിൽ
അയ്യോ എന്തോ ഇത് കാണാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് മക്കളോ മരുമക്കളോ ആരെങ്കിലും തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടു അവിടെ കിടന്ന് മരിക്കും. Regarding the children of God who stand for the divine healing, we say at the end times they will take them to the hospital and die. കഷ്ടം സഹിക്കുമ്പോൾ will they suffer there? നിങ്ങൾ ഇന്ന് ചെയ്യണം. What should you do? കർത്താവേ കൃപ കൊടുക്കണമേ. Oh Lord, grant them grace. യേശുവേ കൃപ കൊടുക്കണമേ. Oh Jesus, grant them യേശുവേ grace. കൃപ കൊടുക്കണമേ. Lord Jesus, grant them grace. ദൈവമക്കളെ ആ കൃപയിൽ തന്നെ അധികണം കുഞ്ഞുങ്ങൾ അവരെ ആ രോഗശാന്തി നിലനിൽക്കുന്നവരെ ധൈര്യപ്പെടുത്തണം. Dear children of God, in this manner you have to encourage those who stand for divine healing. എന്തിനു വേണ്ടി? For what purpose? തേജസ് പ്രാപിക്കുവാൻ. In order to attain glory. ആ തേജസ്സിൽ എത്തണമെങ്കിൽ നിശ്ചയമായി കഷ്ടം സഹിക്കണം. In order to reach that glory we have to endure afflictions. വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നു, What does Saint Paul say? ഞങ്ങൾ സഹിക്കുന്ന കഷ്ടത നിങ്ങളുടെ മഹത്വമാണ്. All the afflictions which I suffer is for your glory. 2 തെസ്സലോനിക്കർ 1:4 വായിക്കുമ്പോൾ In 2 Thessalonians chapter 1 and verse 4 we read, വിശുദ്ധന്മാർ കഷ്ടം സഹിച്ചത് ദൈവസഭയുടെ മഹത്വമാണ്. all the saints of God endured tribulations for the glory of the കർത്താവിന് children വേണ്ടി of God. കഷ്ടം സഹിക്കാൻ ഒരു കൂട്ടം ജനങ്ങൾ ശുശ്രൂഷയിൽ ഇറങ്ങിത്തിരിച്ചെങ്കിൽ സഭയെ ദൈവമക്കളെ അത് നിങ്ങൾക്ക് മഹത്വമല്ലേ? Dear children of God, if a group of servants of God, if a group of believers have set forward in order to suffer for the Lord's sake, is it not a glory for you? അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. സഭയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയാണ്, regarding the church, Saint Paul says, വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സഭയ്ക്ക് അല്ലെങ്കിൽ മഹത്വമാണ്. ഇപ്പോൾ സഭയെക്കുറിച്ച് പറയുന്നു. Now regarding the church he is saying that all the tribulations which we suffer is a glory for the church of God. ആ വാക്കൊന്നുകൂടി വായിച്ചേ. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ദൈവമക്കളെ ഓർക്കുമ്പോൾ നിശ്ചയമായി ശുശ്രൂഷകര് നിങ്ങളെ കുറിച്ചുള്ള ആ തേജസ്സിന്റെ ആ മഹത്വമായ അനുഭവം മറ്റുള്ളവരൊട്ടും പ്രസംഗിക്കുന്നു. You the children of God, when you suffer for the Lord's sake, when you stand for this faith in endure afflictions, all the servants of God should speak of it to others people, and it shall become a glory for you. ഞങ്ങൾക്ക് മഹത്വമാണ്. It's a glory for us. ദൈവസഭയ്ക്ക് മഹത്വമാണ്. For the church of God too. കഷ്ടം സഹിക്കുന്നെങ്കിൽ അത് ദൈവസഭയ്ക്ക് മഹത്വമാണ്. If you endure sufferings, it's a glory for the church of God. ശുശ്രൂഷകർക്ക് മഹത്വമാണ്. And it's a glory for the servants of God. എല്ലാറ്റിലുപരി നമ്മുടെ യേശുവിന് മഹത്വമാണ്. Above all, it's a glory for the Lord Jesus. അങ്ങനെ കഷ്ടം സഹിക്കുന്നവർക്ക് ഒരു മഹത്വ കിരീടത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. For all such endure sufferings in this manner, our God is preparing a glorious crown. ഇന്നത്തെ കാലഘട്ടത്തിൽ in present era, എല്ലാവരും വിശ്വാസം ത്യജിച്ചു പോവുകയാണ്. Everyone deny the faith. അതിന് പ്രധാന വിഷയം, and it's an important matter. നമ്മുടെ യേശു വരാറായുള്ള ലക്ഷണമാണ്. This is the sign that our coming of God is at hand. മനുഷ്യപുത്രന്റെ വരവിൽ and the coming of a son of man, വിശ്വാസം കണ്ടെത്തുമോ? will he find faith? വിശ്വാസത്തിൽ നിലനിൽക്കാത്ത ഒരു വ്യക്തിക്ക്, he who doesn't abide in the faith, തേജസ്സിന്റെ ദൈവസിംഹാസനത്തിൽ എത്തുവാൻ കഴിയില്ല. he cannot reach the crown of the throne of glory. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, കാഹള ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. ജീവനോട് ശേഷിക്കുന്നവർ, പ്രത്യാശയുള്ളവർ, വിശ്വാസമുള്ളവർ, വിശ്വാസം അർപ്പിച്ചവർ, ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളെ, ആ തേജസ് പ്രാപിച്ചവരെ സംശയിക്കേണ്ട, നിത്യതയിൽ യേശുവിനോട് കൂടെ. Dear children of God, at the voice of the last trump, all those who are dead shall rise, and we who endured the affliction, suffer for the Lord's sake, we too will be gathered together with them in the sky. ക്രിസ്തു കഷ്ടം സഹിച്ചു. Lord Jesus endured suffering. വായിച്ച് 1 പത്രോസ് 1:11 വാക്യത്തിൽ വായിക്കുമ്പോൾ, in 1 Peter 1:11, ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ ഉള്ളതെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും understanding the sufferings of Christ and the glory that should follow, we have to follow our God. Praise be to God. For what purpose did Christ suffer? That I and you should become the glory. That we might reach the throne of glory, dear children of God. Let's make a commitment to suffer. Once a person said,
എന്ത് ചെയ്യാനാ? What to do? കൊച്ചു കഷ്ടം സഹിക്കുകയാണ്. My child is suffering. ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ പൈസയില്ല. And no money to take her to the hospital. ഞാൻ തരാം. I shall give you. നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലേ? You do not have faith, right? അയ്യോ ഇല്ല, വേണ്ട പറ്റാ, വേണ്ട. No, please, Abacha, no need. പണമില്ലാത്തത് കൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുകയാണ്. Because they do not have money, they are burying the faith. ദൈവത്തിന് സ്തോത്രം. Praise be to God. വിശ്വാസത്തെ ത്യജിച്ച് ജീവിക്കുന്ന വ്യക്തികളെ ദൈവമക്കളെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയില്ല. They that deny the faith, they can never be caught up in the coming of the Lord. പാളയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലണം. We had to go unto him without the camp. നിന്ന സഹിച്ചുകൊണ്ട് പാളയത്തിലേക്ക് ചെല്ലണം. We had to bear his reproach and go outside the camp. ഞാൻ ആ വിഷയം അങ്ങ് നിർത്തട്ടെ. And let me stop that point here. രണ്ടാമതായിട്ട്, secondly, യേശുവിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ in order to go nigh into Jesus, എന്ത് ചെയ്യണം? what should we do? യെശയ്യാപ്രവചനം 52-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. Isaiah 52:11. 52-ന്റെ 11-ാം വാക്യം. വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പി. എന്തിനു വേണ്ടി? കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ ദൈവമക്കളെ നാം ചെയ്യണം. നീ പ്രമാണത്തെ ചുമന്നുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. We have to carry the laws of God and go nigh unto him, and that's why it said here, be ye clean that bear the vessels of the Lord. ഉപകരണങ്ങളെ ചുമക്കുന്ന പറയുന്നത് ദൈവ പ്രമാണത്തെ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അനുഭവമാണ്. Bearing the vessels of the Lord means following the laws of God and living. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവത്തിന്റെ പെട്ടകത്തെ നമ്മൾ ചുമക്കണം. We have to carry the ark of the Lord. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ചുമക്കണം. Carry the words of the Lord. ആ പ്രമാണം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. Never leave his laws. അവന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കണം. പ്രമാണത്തിൽ നിലനിൽക്കണം. പ്രമാണത്തെ വഹിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. In order to draw nigh unto him, the laws and ordinance of God should be found within us. We have to bear it and we have to go nigh unto him. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Deuteronomy 10:8 we read, ആവർത്തനം 10:8-ാം വാക്യം. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്ന് വരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. ദൈവത്തിന്റെ മഹത്വം. Glory be to God. ലേവ്യരെ വേർതിരിച്ചത് യഹോവയുടെ നിയമപ്പെട്ടകത്തെ ചുമക്കണം. Levites were separated in order to bear the ark of the Lord. ഈ ദൈവപ്പെട്ടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രമാണമാണ്. This ark is the law of God. ഈ ദൈവപ്രമാണം ശുശ്രൂഷയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. And this law of God should be found in the hands of the servants of God. ദൈവപ്രമാണം ദൈവത്തിന്റെ സഭയിൽ ഉണ്ടായിരിക്കണം. This law of God should be found in the church of God. അവന്റെ അടുക്കൽ നമ്മൾ ചെല്ലണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണത്തെ നമ്മൾ മുറുകെ പിടിക്കണം. To go unto him we have to take hold of the laws of God. ദൈവപ്രമാണം കയ്യിലുണ്ടെങ്കിൽ നിശ്ചയമായും യാത്ര അപകടമാണ്. If the law of God is not found in our hand, then our journey will be dangerous. ആ നിയമപ്പെട്ടകം കയ്യിലുണ്ടെങ്കിൽ നിശ്ചയമായും എവിടെയും ദുർഘടങ്ങൾ ദൈവമക്കളെ വഴിമാറി തരും. Dear children of God, this ark is found in our life, then all crooked ways will be made straight before us. ആ പെട്ടകം എവിടെ ഇരിക്കുന്നുവോ അവിടെ അനുഗ്രഹമുണ്ട്. Where the ark is, there is blessing. ദൈവത്തിന്റെ പ്രമാണമുള്ള മനുഷ്യർ എവിടെ ജീവിക്കുന്നുവോ അവിടെ അനുഗ്രഹമുണ്ട്. People of God who have the laws, where they are, there is blessing. ദൈവത്തിന്റെ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. If you live firmly holding on to God, then there is blessing. എന്തുകൊണ്ട് പല കുടുംബങ്ങളിലും അനുഗ്രഹം ലഭിക്കാതിരിക്കുന്നു? Why we see in many houses blessing cease? പ്രത്യേകിച്ച് തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എന്താണ്? Especially what is the reason for our present generation to perish? എന്നാൽ പ്രമാണമില്ല. Laws are missing. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. വാളകത്തൊരു പെൺകൊച്ച് സാക്ഷി പറയുമ്പോൾ നിങ്ങൾ കേട്ടല്ലോ. We heard a girl from Walagam testifying. ഉയർന്ന ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ പരീക്ഷ എഴുതി എല്ലാം വിട്ടുമാറി. ഇനി പഠിക്കുന്നില്ല എന്ന് വെച്ചു. എങ്കിലും അവർക്ക് സമാധാനമില്ല. വീണ്ടും പഠിക്കണം. അതാണ് ദൈവമക്കളെ ശരിയായ ഒരു മാർഗം. She had been learning in the senior class, but she was peaceless. Again, this was her someone else. She had an inspiration in order to learn more, in order to go once again to learn. വചനം പഠിക്കുമ്പോൾ ഒരു ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ചാണ്, വ്യത്യാസമാണ്. The more you learn the scripture, there's a great change in your life. വചനം പഠിക്കുമ്പോൾ ദൈവത്തെ അടുക്കുവാൻ കഴിയുന്നു. When we learn the scripture, we can draw nigh unto God. ആ വചനം എന്ന ശക്തി അവിടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ
നിശ്ചയമായും ലോകത്തിലേക്ക് ഇറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല, ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഇഷ്ടപ്പെടുകയാണ്. When the power found in the word of God penetrates their life, they are undesirable in order to enter into this world, but they're desiring to come nigh unto God. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. Therefore, dear children of God, the law of God should be found in us. ദൈവത്തിന്റെ പ്രമാണത്തോട് മുറുകെ പിടിക്കണം. We have to firmly hold the word of God. തലമുറകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കാൻ കാരണം വചനവുമായിട്ട് യാതൊരു ബന്ധമില്ല, അഥവാ കർത്താവുമായിട്ട് ബന്ധമേ ഇല്ല. Present generation is perishing because they have no relationship with this word, or they have no relationship with our God. ആരംഭത്തിലുള്ള തലമുറകളുടെ അവസ്ഥ നോക്കിയാൽ എത്ര മനോഹരമായിട്ടുള്ള ജീവിതം ചെയ്ത ദൈവഭയമുള്ള തലമുറകളായിരുന്നു. ദൈവമക്കളെ, ഇന്നത്തെ തലമുറയുടെ അവസ്ഥ നോക്കിയാൽ ദുഃഖിക്കേണ്ടി വരും, ഭയപ്പെടേണ്ടി വരും. In the former generation, having a look, we can understand that their life were beautiful, having the fear of God. But in these days, we see the present generation, the life is horrible, it's dreadful. 5ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു വിശ്വാസി അപ്പനോട് അല്ലെങ്കിൽ മാതാവിനോട് പറയുകയാണ്. One of our child studying in 5th standard told her mother recently, ഞാൻ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, now I'm watching mobile, അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കിയാൽ but if you're hindering it, ഞാൻ ചത്തുകളയും, now I will die. അപ്പോൾ എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞത്? What did you say? അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു പെങ്കൊച്ച് മൊബൈൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാപിതാ പറഞ്ഞു, നീ പോയി പഠിക്കാൻ പറഞ്ഞു. അത്രേ പറഞ്ഞോട് പോയി തൂങ്ങിച്ചത്തു. Recently, a child, when she was using the mobile, told her to stop it and go and learn. Immediately she committed suicide. അങ്ങനെയുള്ള ഒരു ഭരിക്കുന്ന ഒരു ആത്മാവ് കുഞ്ഞുങ്ങളെ നടത്തുകയാണ്. Such a power is dominating our children. പ്രമാണം ഉണ്ടെങ്കിലോ, but if the law is within them, വചന കയ്യിലുണ്ടെങ്കിലോ, if the word of God is within them, ചേർന്നിരിക്കുന്നെങ്കിലോ, if they are found together with our Lord, ഉച്ചരിക്കത്തില്ല, they will never utter such a word. വഴിതെറ്റി ജീവിക്കുന്ന അനുഭവം, ways perverting the right way. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. കഴിഞ്ഞ ദിവസം ഒരു പിതാവിനോട് പറയുകയാണ്, recently a father told me, അയ്യോ എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഭയാനകരമാണ്. oh, very horrible state is my child. അവിടെ മൊബൈൽ ഫോണിൽ പലവിധമായിരിക്കുന്നതായ മോശമായിട്ടുള്ള പടങ്ങളും സംഭാഷണങ്ങളൊക്കെയാണ്. many vulgar scenes and conversations are found in a cell phone. ആ പിതാവ് ആ കാര്യം സംസാരിച്ചപ്പോൾ, മോളെ എന്താണിത്, മോനെ ഇതെന്താന്ന് ചോദിച്ചപ്പോൾ, അയ്യോ പെട്ടെന്ന് പിടിച്ച് വാവടിക്കാൻ ബഹളം ഉണ്ടാക്കിയാണ്. ഇത് തൊടാൻ പാടില്ല, ഇതിന് നിങ്ങൾ തൊടാൻ അവകാശമില്ല, എന്റെ മൊബൈൽ തൊടാൻ പപ്പയ്ക്ക് അനുവാദമില്ലെന്ന്. നോക്കെ ഇന്നത്തെ തലമുറയുടെ അവസ്ഥ നോക്കിക്കോണം. And when that father asked regarding it to her, she replied in this manner, never touch my cell phone, you have no right to speak regarding it to me. ദൈവമായുള്ള ബന്ധമില്ല, no relationship with God, ദൈവത്തിന്റെ പ്രമാണമായി ബന്ധമില്ല, no relationship with the laws of God. വായിച്ചാട്ടെ 1 യോഹന്നാൻ 3:13 വാക്യം, 1 യോഹന്നാൻ 3:24 വാക്യം വായിച്ച്. 1 John 3:23. ദൈവകൽപ്പന നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. The commandment of God should be found in us. തലമുറയെ ദൈവത്തിന് വചനം പഠിപ്പിക്കണം. You have to learn the word of God to the children. ദൈവവചനമായിട്ടുള്ള ബന്ധത്തിൽ അവരെ വളർത്തിയെടുക്കണം. Bring them in the relationship with the word of God. ഇല്ലെങ്കിൽ തലമുറ നശിച്ചു പോകും ദൈവമക്കളെ. If not the children of God, they will perish. അവന്റെ അടുക്കൽ യേശുവിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ ഈ പ്രമാണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. In order to draw nigh unto Jesus, His law should be found in us. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും, അവൻ ഇവനിലും വസിക്കുന്നു. ദൈവകൽപ്പന പ്രമാണിക്കുന്നെങ്കിൽ നാം അവനിലാണ്, അവനോട് ചേർന്നിരിക്കുന്നു, കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. If we keep His commandments, then God will dwell in us and we in Him. ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ തലമുറ ദൈവത്തോടു കൂടെ ആയിരിക്കും, ആ കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരിക്കും. If we firmly hold on to the commandments of God and live, then our generation they will be found together with our God, and God Himself will be found with them too. അങ്ങനെയുള്ളവരെ ദൈവം കൈവിടത്തില്ല. And such ones God will never forsake. തലമുറ അനുഗ്രഹിക്കപ്പെടും. And our children will be blessed. അതുകൊണ്ടാണല്ലോ ഓർഡാണത്തിൽ കുഞ്ഞ് സാക്ഷി പറയുമ്പോൾ പറഞ്ഞല്ലോ, that's why our child from എന്റെ ക്ലാസിന്റെ പ്രമോഷൻ ഒക്കെയും എനിക്ക് ഉയർച്ചയ്ക്കുള്ള പ്രധാന വിഷയം ഓർഡർ അന്ന് വേറെ ഒരു കുഞ്ഞ് പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, ഞാൻ സ്തോത്രം എഴുതും. സ്തോത്രം main reason for my promotion was I was writing praise the Lord. അതുകൊണ്ട് എനിക്ക് ഓരോ ക്ലാസ് എനിക്ക് നല്ല വിജയമാണ്. Therefore I was able to come out in flying colors in all my learning, in each standard. Okay, തലമുറയുടെ അഭ്യാസം നോക്ക്. See how they were taught. ദൈവ പ്രമാണത്തെ സ്വീകരിക്കുന്നെങ്കിൽ ഞാൻ അവനോട് കൂടി ഇരിക്കും, അവൻ എന്നോട് കൂടി ഇരിക്കും. If you obey the commandments of God, and you will be found in me and I in you. ഈ പ്രമാണം വിട്ടുകളയരുത്. And never leave this commandment. ദൈവത്തിനും ഉപകരണങ്ങൾ, വിശുദ്ധ ഉപകരണങ്ങൾ ചുമക്കുന്ന ദൈവമക്കളെ, നീ ഭാഗ്യവാനാണ്, കർത്താവ് നിന്നെ വിട്ടു മാറത്തില്ല. Dear child of God who carry the holy vessels of God, you are blessed. God will never depart from you. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Ephesians 6:3 we read,
എഫെസ്യർ 6:3 വാക്യം. നിനക്ക് നന്മ ഉണ്ടാകുവാനും നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പന. തലമുറകൾ ശ്രദ്ധിക്കണം, യൗവനക്കാർ ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞതറിയാമോ? അപ്പനെയും അമ്മയെ ബഹുമാനിക്ക എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്, പ്രമാണമാണ്. അത് ആദ്യ കൽപ്പനയാണ്. അല്ലെങ്കിൽ 10 കൽപ്പന ഇസ്രായേൽ മക്കൾ കൊടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്ന്. Dear youngsters, dear children, please listen. This is the first commandment which promise that you to honor your father and mother, and this too is more prominent among the first 10 commandments which God gave to the children of Israel. ഇന്ന് മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ എതിർത്ത് നിൽക്കുകയാണ്. Today we see children resisting their parents when they tell anything. അപ്പനോട് ബഹുമാനമില്ല, not honoring their father. അമ്മയോട് ബഹുമാനമില്ല, unhonoring their mother. അവരുടെ സ്വാതന്ത്ര്യത്തെ വിട്ടുകൊടുക്കുകയാണ്. Giving to their liberty. ആ സ്വാതന്ത്ര്യത്തിൽ പോകുകയാണ്. This freedom they are going. എവിടെ ചെന്ന് അവസാനിക്കും? Where they will end. പ്രമാണമേ ഇല്ല. No commandments. എന്താ വായിച്ചെന്നറിയാമോ? Do you know what the word of God says? അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നുള്ളത് ആദ്യ കൽപ്പനയാണ്. Honor their father and mother. This is the first commandment. പുറപ്പാട് 20-ാം വായിക്കുമ്പോൾ in Exodus chapter 20 we read 10 കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന ആദ്യ പ്രമാണമാണ് നീ മക്കളെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. Dear children of God, this is the first law given to the children of Israel in Exodus 20 we see you to honor your father and mother. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇന്ന് തലമുറകൾ പെട്ടെന്ന് 14-ാമത്തെ വയസ്സിൽ 10-ാമത്തെ വയസ്സിൽ 20-ാമത്തെ വയസ്സിൽ ഒരു ഭാവി ഉണ്ടാകുന്നതിന് മുൻപായിട്ട് പെട്ടെന്ന് പിടഞ്ഞു മരിക്കാൻ കാരണം എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അവിടെ വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകണമെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. Our children are unwilling in order to hearken and obey to the words of their parents, and therefore we see they die wriggling up before time, and the reason is that they are unwilling to obey their parents. ഞാൻ യൗവനക്കാരോട് മാത്രം പറയല്ല, not only to the youngsters, കല്യാണം കഴിച്ച് മക്കളും കൊച്ചുമക്കളായിരിക്കുന്നവർ, to all those who are married and having children and grandchildren. പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ if you have elderly parents, ഒരു വാക്കിൽ പോലും ഒരു വേദനിപ്പിക്കരുത്. not even with a single word you should അവരെ സ്നേഹിക്കണം, love them, അവരെ ബഹുമാനിക്കണം, honor them, അവരുടെ വാക്ക് കേൾക്കണം, obey their word, അവരെ അംഗീകരിക്കണം. you have to prove them. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? if not, what will happen? നിനക്ക് ഒരിക്കലും ഐശ്വര്യം ഉണ്ടാകത്തില്ല. you will not prosper. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് മക്കളെ, dear children of God, you can never enter into the kingdom of God. നമുക്ക് ദീർഘായുസ്സ് ഉണ്ടാകണമെങ്കിൽ in order to have longevity, മാതാപിതാക്കളെ ബഹുമാനിക്കണം, honor your parents. അവരെ ഒരു കാരണത്താലും ദൈവമക്കളെ വേദനിപ്പിക്കരുത്. in no wise you should harm them. നിനക്ക് നന്മ, അതാണ് ആദ്യ കൽപ്പനയാണ്. and this is the first commandment. ഇസ്രായേൽ മക്കളുടെ പ്രമാണമാണ്. this was the law given to the Israelites. അതാ വാക്യമാണ് ദൈവമക്കളെ. എഫെസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള ആദ്യ കൽപ്പന നീ വിട്ടുകളയരുത്. writing his epistle to the Ephesians church, St. Paul too quotes the same verse, never leave this verse, which honor their father and mother, which is the first commandment. യോഹന്നാൻ സുവിശേഷം 14-21 വാക്യം. John the Gospel chapter 14 and verse 21. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. എത്ര വലിയ മഹത്വമായ അനുഭവമാണ്. what a glorious experience it is. ഒന്നുകൂടെ വായിക്കൂ. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നു. എന്നാൽ ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ ബൈബിളുമായിട്ട് ഇറങ്ങി പോവാ, ഇനി പതുക്കെ പോവാ, ഇവിടെ സിനിമാണം പോവാന്നോ ആർക്കറിയാം. സഭായത്തിന് എനിക്ക് വന്നതാ, പിന്നെ എവിടെങ്കിലും പ്രോഗ്രാം നിശ്ചയിച്ച് പോവുകയാണ്, അല്പ സമയം ഇരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരും ചുരുക്കും ഓരോ പ്രോഗ്രാം നിശ്ചയിച്ച് പോകുക. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവസന്നിധിയിൽ ഇരിക്കും. മനസ്സിലായില്ല? വായിക്കുമാ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. എന്റെ പിതാവിനെ സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിക്കും. അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ദൈവത്തെ വെളിപ്പെടുത്തുന്നതും ദൈവത്തിന്റെ സ്നേഹം അറിയണമെങ്കിൽ ദൈവത്തോട് കൂടെ ആയിരിക്കണമെങ്കിലും ദൈവകൽപ്പന അനുസരിക്കണം. Dear children of God, he who desired to manifest God, even though he desired to manifest the love of God, he should be found together with God. ദൈവകൽപ്പന അനുസരിക്കുന്നെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നാമും ദൈവത്തെ സ്നേഹിക്കുന്നു. പിതാവ് അവനെ മാനിക്കുന്നു, പിതാവ് നിന്നെ മാനിക്കുന്നെങ്കിൽ ഞാനും അവനെ മാനിക്കും. If we obey the commandments of God, then we love God, God too loves us, and God will honor us. And if God honors us, then truly we will be honored. ദൈവത്തിന് മഹത്വം. Glory be to God. പിതാവിനാൽ മാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ
എന്റെ കർത്താവിനാൽ എനിക്ക് മാനം ലഭിക്കണം, എന്റെ കർത്താവിന് എനിക്കൊരു മഹത്വം ലഭിക്കണം, എന്റെ കർത്താവിൽ കൂടെ എനിക്ക് പുകഴ്ച ലഭിക്കണം, എന്റെ കർത്താവിൽ കൂടെ എനിക്ക് പ്രശംസ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കര ഉയർത്തി അന്വേഷണം പറയാമോ? ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവത്താൽ മാനം ലഭിച്ചില്ലെങ്കിൽ എന്താ പ്രയോജനം? ദൈവത്താൽ മാനം ലഭിക്കണമെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. Dear children of God, what views if we are unhonored by our father, but in order to be honored by our father, we should keep his commandments. ദൈവത്തിന് സ്തോത്രം. Praise be to God. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, Matthew the Gospel 22:38 we read, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന, രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ദൈവത്തിന് മഹത്വം. Glory to God. എന്താണ് കൽപ്പന? What is the commandment? ഇതാകുന്നു വലിയത് ഒന്നാമത്തെ കൽപ്പന. എന്താ പ്രമാണമാ? എന്ത് ഉപദേശമാണ്? വായിച്ചാട്ട് മുകളിൽ വായിച്ചാട്ട്. യേശുവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നു, കൽപ്പന പ്രമാണിക്കുന്നു പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിക്കണം. If you say that you are observing the commandments of God and loving the Lord, how should you do? You should love him with all your heart, with all your soul and all your mind. പകുതി ലോകത്തിലും പകുതി ദൈവസന്നിധിയിലും. Partially to the world and partially to the presence of God. പകുതി മനസ്സ് ഇവിടെയാണ്, പകുതി മനസ്സ് മറ്റേതോ ചിന്തയിലാണ്. Half of the mind here and half of the mind elsewhere. പ്രമാണം അനുസരിക്കുന്നെങ്കിലും obeying the commandment also. ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് മറ്റൊന്നിലേക്ക് ചായുകയാണ്. But when you enter into the world, altogether your heart will slide there. അതുകൊണ്ട് പൂർണ്ണമായും ദൈവസന്നിധിയിൽ അടുക്കുവാൻ കഴിയുന്നില്ല. Therefore wholeheartedly unable to come nigh unto God. ദൈവത്തോട് അടുക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ? Do you know when you are to come nigh unto God? പ്രഭാതത്തിൽ. Through the commandment. എത്രാമത്തെ യാമത്തിലാ? At which watch? 4-ാം യാമത്തിൽ. At the 4th hour. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബന്ധം. If you are able to wake up at the 4th watch of the night and praise God, then it is glorious. ദൈവത്തെ പൂർണ്ണമായിട്ടും കർത്താവിനെ അന്വേഷിക്കുന്ന ദൈവമക്കൾ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കും. All those who perfectly seek the Lord early in the morning will wake up and seek the Lord. ദൈവത്തിന് മഹത്വം. Glory be to God. ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച സന്ദർഭത്തിൽ കാര്യം പറഞ്ഞ ഒരു പുരോഹിതൻ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ 10 മിനിറ്റ് ആത്മാവിൽ നിറയാതെ അന്യഭാഷ സംസാരിക്കാതെ പിന്നെ ബാക്കി പരിപാടിയില്ലെന്ന്. Yesterday while preaching it was said that a priest as soon as he wake up in the morning immediately he will speak in unknown tongues, clapping his hands, and then only he will begin his work. നിങ്ങൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ നിറയുന്നവരുണ്ടെങ്കിൽ, if you is that be here also വെളുപ്പിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച ഇന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളൊന്ന് കൈവർത്താമോ? ഹല്ലേലൂയ. മതി, എല്ലാവരും ഒന്നും അങ്ങോട്ട് പേരോട്ട് കൊണ്ടുപോകാനായിട്ട് കർത്താവിന് ഒരു ഇടമില്ല അവിടെ കേട്ടോ, മനസ്സിലായില്ലേ? അവന് കാരണം അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ഇവരുടെ കണക്കുണ്ട്. 1200 നാഴിക നീളം വീതി ഉയരം അവിടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടുപോയി അവർ താമസിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് മതി, കുറച്ചൊരു മതി. കാരണം തിന്നോളിയും ഉറങ്ങിക്കോളിയും കഴിഞ്ഞോളി സുഖമായി അനുഭവിച്ചോളി. മതി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ചാവുമല്ലോ. ചാവുമ്പോൾ പിന്നെ കുഴിച്ചിടുമല്ലോ, കുഴപ്പമില്ല. നല്ലൊരു സാക്ഷിയെ പറഞ്ഞിട്ട് പിന്നെ മാന്യത അനുസരിച്ച്, കുടുംബത്തിന്റെ മാന്യതയും മഹത്വവും അനുസരിച്ച് അടിപൊളി ഒരു പ്രസംഗവും ഒരു സാക്ഷി, ഒരു കരച്ചിൽ മതിയല്ലോ, അത്രയും മതി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ ദൈവമക്കളെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. To be caught up in the coming of the Lord wholeheartedly, you to call upon the name of God. വെളുപ്പിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ദൈവമക്കൾ ഒന്ന് കൈവർത്തിയാട്ട്. അതിന് കുറച്ച് ദൈവമക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 4 മണിക്ക് അധികം എഴുന്നേറ്റ് ഒരു ആരംഭ തുടക്കത്തിൽ തന്നെ ഒരു കോറസ് പാടി ആത്മാവ് നിറയണം. In the beginning you have to sing a chorus and get filled in the anointing. പിന്നെ എന്ത് ചെയ്യണം? അന്യഭാഷ സംസാരിച്ച് സ്തോത്രം ചെയ്തിട്ട് ശേഷം പിന്നെ സ്തോത്രവും വിശ്വാസികൾക്ക് സ്തോത്രവും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി മറ്റുമൊക്കെ സ്തോത്രം ചെയ്ത ശേഷം ഒടുവിലായിട്ട് കോറസ് പാടി ആത്മാവ് നിറയണം. Then again you have to speaking in tongues, then keep on praising and praise God for all the believers' names and all of the people, and finally again you have to sing a song and again get filled in the anointing. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ഇന്നും ഞങ്ങൾ 3:30 മണിക്ക് എഴുന്നേറ്റു. This morning also at 3:30 a.m. we woke up. ആദ്യം കോറസ് പാടി. Firstly we sang a chorus. ഇപ്പോൾ സംഗീത ശുശ്രൂഷയിലെ 1 മുതലാണ് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇന്ന് 45ാമത്തെ പാട്ടാണ് ഞാൻ പാടിയത്. Today the 45th song we sang. പാട്ട് തുടങ്ങുന്നത് ഞാനാ.
I will begin the song. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ പാടി അങ്ങോട്ട് സന്തോഷിച്ചു. Dear children of God, we sang. ആത്മാവിൽ അങ്ങനെ ആരാധിച്ചു. We worship God. ഒടുവിലായിട്ട് ഒരു പാട്ട് പാടി. And finally we sang. ദൈവത്തിന് സ്തോത്രം. Praise be to God. അന്യഭാഷ സംസാരിച്ചു. Spoken in പ്രാർത്ഥന അവസാനിപ്പിച്ചു. and prayer എത്ര വലിയ ഭാഗ്യമാണ്. What a great blessedness. ദൈവമക്കളെ ആ കുടുംബത്തെ ദൈവം സാന്നിധ്യം വിട്ട് മാറത്തില്ല. Dear children of God, in that family, presence of God will never depart. ദൈവ സാന്നിധ്യം വിട്ട് മാറത്തില്ല. And in that faith home, the presence of God will never depart. നമുക്ക് ആത്മാവിൽ ആരാധിക്കണം. Let us worship God in the spirit. പൂർണ്ണ ഹൃദയത്തോടെ, wholeheartedly, പൂർണ്ണ ആത്മാവോടെ, with all your soul, പൂർണ്ണ മനസ്സോടെ, with all your mind. ദൈവത്തിന്റെ പ്രമാണത്തെ സ്വീകരിക്കണം. You to receive the commandments of God. ദൈവത്തെ പ്രസാദിപ്പിക്കണം. You to please God. നമ്മുടെ യേശുവിനെ പ്രസാദിപ്പിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടാണ്. You to please our Lord Jesus with all our heart. ഒരു ധനവാനായ മനുഷ്യൻ, ധനാഢ്യനായ ചെറുപ്പക്കാരൻ വന്ന്, A young man who was rich who came to Lord Jesus. യേശുവിന്റെ അടുക്കൽ വന്നു. He came to Jesus. ഗുരു, Master, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? what should I do in order to have everlasting life? നിത്യജീവനെ പ്രാപിക്കണമോ? What should I do to have everlasting life? യേശു പറഞ്ഞു, Lord Jesus said, കൊല ചെയ്യരുത്, you should not kill, വ്യഭിചാരം ചെയ്യരുത്, and never commit adultery, മോഷ്ടിക്കരുത്, and not steal. വായിച്ചാട്ട് മത്തായി 19:16 അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട്. ജീവനിൽ കടക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. കൽപ്പനകൾ ഏതാ? What are the commandments? യേശു പറഞ്ഞിരിക്കുന്ന കൽപ്പന ഏതാണ്? What are the commandments Lord Jesus has said? 6 കാര്യം പറഞ്ഞു. 6 things he said. നിനക്ക് നിത്യജീവൻ പ്രാപിക്കണമോ? Do you want everlasting life? കൽപ്പനകളെ പ്രമാണിക്കാൻ പറഞ്ഞു. Keep the commandments. Which? ഏതാണ് കൽപ്പന? Which commandment? എന്താ വായിച്ചത്? ഇന്നോട് വായിച്ചു. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. എന്താണ് കൊലപാതകം എന്നറിയാമോ? സഹോദരനെ നിസ്സാരനെടുക്ക് കണക്കാക്കുന്നവൻ കുലപാതകനാണ്. He who consider his brother as a trifle thing, then he is a murderer. കത്തി കൊണ്ടൊന്നും ആരെ കുത്തണ്ട. You need not stab anyone with a knife. കൊണ്ട് കുത്തണ്ട. And you not stab with a sword. കത്താനായിട്ട് വേറെ വടിവാളെടുക്കണ്ട. And you do not take any other instruments. സഹോദരൻ നിസ്സാരായി തന്നെ നിൽക്കുന്നതിൽ നിശ്ചയമായി അവൻ കുലപാതകനാണ്. If you are regarding him as nothing, then he is a murderer. നിന്നെപ്പോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അവരെ പകയ്ക്കുന്നെങ്കിൽ നീ കുലപാതകന്റെ സ്ഥാനത്താണ്. If you are unable to love your brethren, if you hate your brethren, then you are a murderer. ദൈവത്തിന് സ്തോത്രം. Praise be to God. പിന്നെ വിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഷ്ടിക്കരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഒരു പറ്റിയ വ്യാഖ്യാനിക്കാൻ സമയമില്ല, വേറെ പല കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ദൈവത്തിന് ചെറുപ്പക്കാരും പറയാം, ഞങ്ങൾ ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പാലിച്ചു വരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, അതിനകത്ത് അങ്ങ് സമ്മതിച്ചു. നീ പറഞ്ഞ കാര്യം സത്യമാ, ഓക്കെ ആയിക്കോട്ടെ, എന്നാൽ നിനക്കൊടുതെല്ലാം വിറ്റ് ദരിദ്രന് കൊടുക്ക്, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവൻ വലിയ സമ്പത്തുള്ളവനാകൊണ്ട് അവൻ ദുഃഖിതരായി കടന്നുപോയി. യേശു പറഞ്ഞു, ധനവാൻ ദൈവരാജ്യം കടക്കുന്നത് വലിയ പ്രയാസമാണ്. Lord Jesus said that a rich man shall hardly enter into the kingdom of heaven. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ലോകത്തിന്റെ മോഹങ്ങളിൽ ധനാഠ്യരായി പണം സമ്പാദിക്കുവാൻ, ലോകത്തിന്റെ കീർത്തി പ്രശംസ ലഭിക്കുവാൻ, പണത്തിന് പിന്നാലെ ദൈവമാർഗത്തിന് എതിരായി ചിന്തിച്ചുകൊണ്ട് ലോകത്തിലെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയില്ല. Deny the commandments of God. If you desire to have a well-being in this world, if you desire to be a wealthy man in this world, having more fame and to be a renowned person, you cannot have everlasting life. ദൈവത്തിന് മഹത്വം. Glory be to God. നിത്യജീവൻ പ്രാപിക്കണം. You should have everlasting life. ദൈവത്തോട് ചേർന്നിരിക്കണം. We should be joined with our Lord. ദൈവകൽപ്പന അനുസരിച്ചാൽ അവനോട് ചേർന്നിരിപ്പാൻ കഴിയും. If you obey the commandments of God, you can be together with Him. നിന്നയിച്ചുകൊണ്ട് പാളയത്തിൽ പോയി കഷ്ടം സഹിച്ച യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ, ദൈവപ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ജീവിക്കുന്നെങ്കിൽ അവന്റെ അടുക്കലെത്തുവാൻ കഴിയും. If we observe all the commandments of God, then we can draw nigh unto God, going forth without the cab bearing His reproach. ദൈവത്തിന് മഹത്വം. Glory be to God. യേശുവിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ, in order to go nigh unto Jesus, മൂന്നാമതായിട്ട്, thirdly, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 27-ാം വാക്യം. Lamentations 3:27. വിലാപങ്ങളുടെ പുസ്തകം 3:27. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. ബാല്യത്തിൽ
നുകം ചുമക്കുന്നതിൽ പുരുഷന് നല്ലത്. It's good for a man that he bear the yoke in his youth. നീ ചുമന്നുകൊണ്ട് ചെല്ലേണ്ടതായ അവസ്ഥ എന്താണ്? ബാല്യത്തിലെ നുകം ചുമക്കണം. What should you bear? You to bear the yoke in his youth. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ബാല്യത്തിലെ നുകം ചുമക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? Dear children of God, what does it mean that you should bear the yoke in your youth? കർത്താവിന്റെ ഹിതത്തിനായി പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. A total commitment to do God's will. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുവാൻ സമർപ്പിക്കുക. You having a total commitment in order to live according to the will of God. യേശുക്രിസ്തു സൗമ്യനാണ്, അവൻ ശ്രേഷ്ഠനാണ്. അവന്റെ ആ സൗമ്യതയും സഹിഷ്ണുതയും നിന്ദയും എല്ലാം ചുമന്നുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലണം. Lord Jesus is remarkable, he is meek, he is patient, and you have to bear all these and go to the camp. മത്തായി സുവിശേഷം 11:29 വാക്യം. Matthew the Gospel 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്നോട് ചേർന്നിരുന്നു കൊണ്ട് എന്നോട് പഠിച്ചത് അതുപോലെ അനുഗമിച്ചുകൊണ്ട് ദൈവമക്കൾ എന്നോട് ചേർന്ന് വരിക. I am meek and lowly, and therefore following all those things which you learn from me, follow them and come nigh unto me. ചിലർക്ക് സൗമ്യതയൊന്നുമില്ല, some are not meek, സഹിഷ്ണുതയില്ല, not patient. ആരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. They do not know how they ought to speak. പെട്ടെന്ന് അങ്ങ് ചൂടാവും. Very soon they will get പെട്ടെന്ന് ചൂടായി സംസാരിക്കും. They will get hot-tempered very soon. ശുശ്രൂഷക്കാരോടായാലും, and servants of God, കൂട്ടുവിശ്വാസിയോടായാലും, to other believers, ഭാര്യയോടായാലും ഭാര്യ ഭർത്താവിനോടായിരിക്കും, wife to husband, husband to wife, സൗമ്യതയോടെ പെരുമാറുവാൻ സഹിഷ്ണുതയോടെ പെരുമാറാൻ പഠിച്ചിട്ടില്ല. unable to be meek or patient. ദൈവത്തിന് സ്തോത്രം. Praise be to God. സൗമ്യതയും ശാന്തതയുമുള്ള ഒരു ഹൃദയം നമുക്ക് വേണം. We need a meek and patient heart. സദൃശ്യം അതിലെ 16 വാക്യത്തിൽ വായിക്കുമ്പോൾ in Proverbs chapter 16 and verse 3, സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. we need a total commitment. വായിച്ചേ 16 വാക്യം. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. Commit thy works into the Lord, and thy thoughts shall be നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കണം. Commit your works into the Lord, എന്നാൽ നിന്റെ ഉദ്ദേശം സാധിക്കും. then all your purpose will come to pass. നമ്മുടെ പ്രവർത്തികളൊക്കെയും ആരിൽ സമർപ്പിക്കണം? ദൈവത്തിൽ സമർപ്പിക്കണം. All our works unto whom should be committed to commit into the Lord. അതുകൊണ്ടാണ് റോമാലേഖനം 12 വാക്യത്തിൽ വായിക്കുമ്പോൾ, that's why in Romans 12:1 we read, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കുക. ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. Surrendering unto God means to present your body as a living sacrifice, holy, acceptable unto God, which is a reasonable service. സമർപ്പണം, a commitment. ജീവനും your life വിശുദ്ധി and holy, ദൈവത്തിന് പ്രസാദമുള്ള യാഗം, as a sacrifice which is acceptable unto God. വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കണം. Surrender yourselves for holiness. അവന്റെ സ്നേഹത്തിന് വേണ്ടി സമർപ്പിക്കണം. For his love we have to surrender. അവന്റെ സഹിഷ്ണുതയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. For his patience we have to surrender. ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കണം. Surrender in order to do the will of God. നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവേ. Our body is to present as a living sacrifice, holy and acceptable unto God. എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾ അനുരൂപരാകരുത്. And saying so, it's mentioned that you not get conformed to this world. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കും. That you may prove what is good and acceptable and perfect will of God, transformed be ye by the renewing of your mind. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കുക. Committing to do the will of God. എബ്രായലേഖനം 10:9 വാക്യം. Hebrews chapter 10:9. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ദൈവമക്കളെ, പിതാവായ യേശുക്രിസ്തു പിതാവിന് ഇഷ്ടം ചെയ്യുവാനായി സമർപ്പിച്ചു. സമർപ്പണത്തോടുകൂടെ നമുക്ക് ലഭിച്ച നേട്ടം എന്നറിയാമോ? കുറവുള്ള പ്രമാണത്തെ അകറ്റിയിട്ട് കുറവ് ഇല്ലാത്തതായ പ്രമാണത്തെ, കുറവുള്ളതിനെ നീക്കി കുറവില്ലാത്തതിനെ നമുക്ക് സ്ഥാപിച്ചു തന്നു. Dear children of God, Lord Jesus committed himself wholly in order to do the Father's will, and therefore what did he do? For our sake he removed that which was imperfect law, and he brought the law which is perfect.
perfect. ന്യായപ്രമാണം The law of God, കുറവുള്ളതായിരുന്നു. it is imperfect. അത് പ്രതികാര മനസ്സായിരുന്നു. And it has സ്നേഹമില്ലാത്ത ആത്മാവായിരുന്നു. a loveless heart. ഇപ്പോൾ അത് മാറ്റിയിട്ട്, Now it's been changed. കോപം മാറ്റിയിട്ട്, Now anger is being removed. സ്നേഹത്തിന്റെ ആത്മാവ് നമുക്ക് തന്നു. The spirit of love He has given us. പ്രതികാര മനസ്സുണ്ടായിരുന്നു. There was a spirit of revenge. ആ പ്രതികാര മനസ്സ് മാറ്റി. That revengeful heart is removed. ഇപ്പോൾ സഹിഷ്ണുതയുടെ മാർഗം തന്നു. And now a patient way is being given. ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരു ആത്മാവ് തന്നു. A spirit to love your enemies. ഇപ്പോഴും ന്യായപ്രമാണത്തിൽ നിൽക്കുന്നവരുണ്ട്. And there are some people who still abide in the law. അവൻ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അവന് രണ്ടും പറയാതെ ഉറക്കം വരികയില്ല. If he say a particular word and I have to speak at least sure, and then if not he is unable to sleep. ചൂടാക്കി കൊടുക്കുന്നവരുണ്ട്. And there are people who make them hot. രണ്ട് വാക്ക് പറയാഞ്ഞു. Yes, why did you speak? എന്തിനാണ് അവനെ അങ്ങനെ വിട്ടുകളഞ്ഞത്? Why did you living in that manner? ഇങ്ങനെ പറയുന്നവർ ചിന്തിച്ചോണം, ദൈവത്തിന്റെ കൃപയ്ക്ക് അന്യരായി ജീവിക്കുന്നവരാണ്. And such one should think that you are living departed from the grace of God. ദൈവത്തിന് മഹത്വം. Praise be to God. ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രമാണം പറയുമ്പോൾ കുറവുള്ള പ്രമാണത്തെ നീക്കിയിട്ട് കുറവില്ലാത്ത പ്രമാണത്തെ ദൈവം സ്ഥാപിച്ചു. അതാണ് കൃപയുടെ പ്രമാണം. Dear children of God, this is the law of grace. When you speak regarding it, we can say our Lord God, He removed that law which was imperfect and established that which is perfect. ലൂക്കോസ് സുവിശേഷം 22:42 വാക്യം. Luke the Gospel chapter 22 and verse 42. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവമക്കളെ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. Not my will but thine be done. എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് അറിയാമോ? Do you know how he commits? ഒരു അടിമയെ പോലെ, ഒരു അടിമയെ പോലെ. As a slave. പുറപ്പാട് 21:6 വാക്യത്തിൽ വായിക്കുമ്പോൾ, in Exodus chapter 21 and verse 6, ഒരു അടിമയെ പോലെ സമർപ്പിക്കണം. As a slave you have to surrender. 21:6 വാക്യം. യജമാൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിന്റെയോ കട്ടളക്കാരന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. He shall serve him forever. ദൈവത്തിന്റെ ദാസനായി ദാസിയായിരിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ, ദാസനാണ് ഞാൻ ദാസിയാണ്, ആ ചിന്തയുള്ളവർ, ആ സ്വഭാവമുള്ളവർ, ആ അനുഭവമുള്ളവർ ഇത് കൈവർത്തി അന്യല് പറയട്ടെ. കണ്ടോ എന്റെ ദൈവമേ, ദൈവത്തിന് ദാസനായി ദാസിയായിട്ട് ജീവിക്കുന്നവർ, ഞാൻ എല്ലാവർക്കും ദാസനാണ്, എല്ലാവർക്കും ദാസിയാണ് എന്ന് ജീവിക്കുന്നവർ, ശുശ്രൂഷകരും വിശ്വാസിതയും മക്കൾ കരവർത്തി അന്യല് പറയട്ടെ. വലിയ പാടുപെട്ടു. ദൈവത്തിന് സ്തോത്രം. ദാസനല്ല, നിങ്ങൾ യജമാനനാ, വലിയവരാണ്. കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ മറ്റുള്ളവർക്ക് കീഴ്പ്പെടണം. ഞാനാ ഒന്നാമത്തെ വിശ്വാസി. I am the first believer. ഞാൻ ഇവിടുത്തെ ഒന്നാമത്തെ ആളാണ്. I am the first person. നീ മറ്റുള്ളവർക്ക് ഞാൻ കീഴ്പ്പെടണമെന്ന്. And therefore they are asking me to be submissive. ഞാൻ അവരുടെ വാക്കുകളൊക്കെ കേട്ട് ഞാൻ അവരെ ഞാൻ മുൻപോട്ട് പോകണം. I should go and hearken to their word and then go forward. Let them come unto me. ദൈവത്തിന് സ്തോത്രം. Praise be to God. സഭയിലെല്ലാം എന്താണ് ഒന്നാമനാകാൻ ആഗ്രഹിക്കുകയാണ്. And there are some people who decide to be the first person in the church. ശിഷ്യന്മാരുടെ ഒരു സംസാരം ഉണ്ടായി. And amidst the disciples also there was such a thought. യേശുവിന്റെ കഷ്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. They spoke regarding the sufferings of Lord Jesus. ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. I'm going to be crucified. ഞാൻ മരിച്ചടക്കപ്പെടും. I will be died and then അതൊന്നും ശ്രദ്ധിക്കുന്നത്. And but you should not. ഞങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ? Who should be the greatest among us? യേശു പറഞ്ഞു. Lord Jesus said. വായിക്കും. ലൂക്കോസ് 22:24. പെട്ടെന്ന് വായിരാ. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത്? തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ? ഒരു വലിയവൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഇനി ആരാണ് നമ്മള്? അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളോ അങ്ങനെയല്ല. ദൈവമക്കളെ, ദൈവത്തെ അംഗീകരിക്കുന്ന, ദൈവത്തെ പിൻഗമിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെയല്ല. ജാതികളുടെ ജീവിതത്തിൽ ജാതികൾ അവർ കർത്തൃത്വം നടത്തുന്നു. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, പുകഴുവാൻ ഒന്നുമില്ല, വലിപ്പം കാണിക്കാൻ ഒന്നുമില്ല. ഞാൻ പഴയതാണ് പുതിയതാണെന്ന് പറയാൻ കാര്യമില്ല. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ദൈവമക്കൾ ആരുണ്ടോ അവർക്കായി യേശു വേഗം വരാൻ പോകുകയാണ്. Dear children of God, we have nothing to boast, nothing to exalt. We cannot say that I am the greatest, but if there be anyone who
who desire to be the least, then for their purpose God is going to come soon. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരു അടിമയെ പോലെ നമ്മെ ഈ മക്കളെ പൂർണ്ണമായി സമർപ്പിക്കണം. As a servant we should commit ourselves wholly. ഞാൻ എല്ലാവർക്കും ദാസനാണ്. I am a servant to ഞാൻ all. എല്ലാവർക്കും ദാസിയാണ്. I am a maid to all. അങ്ങനെയുള്ള നിശ്ചയമായി കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. And with such ones for sure the presence of God will be found. അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. And such ones our God will never യേശു കൂടെ ഉണ്ട് ദൈവമക്കളെ. forsake. Jesus is with ഒരു us. ദാസനായി ദാസിയായി ജീവിക്കുന്ന ദൈവമക്കളെ ഒരു അടിമയെ പോലെ സമർപ്പിക്കുന്ന നിശ്ചയമായിട്ടും ദൈവം നമ്മെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. Dear children of God, as a servant, if your desire is to surrender ourselves, and God will never leave us nor forsake us. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരു വാക്യം സെഖര്യായുടെ പുസ്തകത്തിൽ വചനമുണ്ട്. In book of Zechariah 13:5 വാക്യം. 13:5. ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് അവൻ പറയുന്നു. Right from my birth, youth, I am being bought by a man. ഞാനൊരു കൃഷിക്കാരനാ. I'm a husbandman. എപ്പോഴും ചിന്തിച്ചോണം. Always here to think. ഞാൻ ഓഫീസറല്ല. I'm not an officer. അല്ലെങ്കിൽ കുബേരനല്ല. I'm not a nobleman. ഞാനൊരു കൃഷിക്കാരനാ. But I'm a husbandman. പക്ഷേ ബാല്യത്തിലെ ഒരാൾ എന്നെ വിലയ്ക്ക് വാങ്ങി. But for price, right from my youth, a man has bought me. എന്നെയും നിങ്ങളെയും ബാല്യത്തിലെ ഒരാൾ വിലയ്ക്ക് വാങ്ങി. And I and you, right from my youth, a man has bought അവന് അടിമയാണ്. And we are his slave. ആരാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? Who has brought us with a price? ദൈവമക്കളെ എന്നെയും നിങ്ങളെയും അവന്റെ രക്തത്താൽ ഇവിടെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. Children of God, I and you are bought by the blood of lamb. ഞാൻ ക്രിസ്തുവിന്റെ അടിമയാണ്. I am a slave to Christ. എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിന് അടിമയാണ്. I am brought for a price, and therefore I am a slave. ആ ചിന്തയോടെ അവിടെ ജീവിക്കണം. We should live with this thought. ബാല്യത്തിലെ ഒരാൾ എന്നെ വിലയ്ക്ക് വാങ്ങി. In my youth itself, I am being brought. ഞാനൊരു കൃഷിക്കാരനാണ്. I am a husbandman. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചിലർക്ക് ആരംഭത്തിലുള്ള അവസ്ഥ പറയാൻ വലിയ പ്രയാസമാണ്. Some people are unwilling to speak of their former state. ബാല്യത്തിലുണ്ടായിരുന്ന ആ കഷ്ടതയും പട്ടിണിയും അല്ലെങ്കിൽ ഏതവസ്ഥ. ഞാൻ ഒരിക്കലും ചിലത്ത് അടക്കത്തിന് പോകുമ്പോൾ ആ പഴയ അനുഭവങ്ങൾ, ഞങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് വന്നവരല്ല, വളരെ പട്ടിണിയില്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഒരാൾ പറയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവിടെ അനേക കിലോമീറ്റർ നടന്ന് ഒരു പൈസ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ലാതെ ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ അവിടെ നടന്ന് ദൈവത്തിന്റെ സന്നിധി ആരാധിക്കാൻ വരുമായിരുന്നു. ആ കാര്യം പറയുന്നതിന് എന്താ, ഇന്ന് ഒരു വലിയ ധനാഢ്യരാ, വലിയ മോഡൽ കാറുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് അത് പറയാൻ അവർക്ക് ഇഷ്ടപ്പെടുമോ? എന്നാൽ പഴയ അവസ്ഥ, ഞാൻ ദരിദ്രനായിരുന്നു, എന്നാൽ എൻ്റെ കർത്താവിനെ വിലയ്ക്ക് വാങ്ങി എന്നെ ദൈവം ശ്രേഷ്ഠനാക്കി. ഇന്ന് ഞാനൊരു കൃഷിക്കാരനാണ്. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ദൈവം അവരെ മാനിക്കും. If you have this thought regarding your former state, then God will honor you. ദൈവത്തിന് മഹത്വം. Glory be to God. ആ ഒരു ചിന്ത മറ്റുകളയരുത്. Never leave this thought. ഞാനൊരു കൃഷിക്കാരനാണ്. I'm a farmer. ഞാനൊരു ദാസനാണ്. I'm a servant. ഞാൻ യജമാനനെ ജോലി ചെയ്യാണ്. I'm found as a maid and my mistress. യജമാനൻ പറയുന്ന വാക്കുകൾ എനിക്ക് കേൾക്കണം. I know to obey my master. ശുശ്രൂഷയുടെ ഞാൻ പറയാറുണ്ട്, to the servants of God, നമ്മൾ ഒരിക്കലും വലിയവനാണെന്ന് പറയരുത്. Never we should count ourselves as great people. ഇത്ര വർഷമായെന്ന് പറയണ്ട. Never speak of ഞാനാണ്, എന്നെ കഴിയാതെ എന്നെ കഴിഞ്ഞ വേറെ ആരുമില്ലെന്ന് ചിന്തിക്കരുത്. Never think that there's no person more higher than me. എല്ലാവർക്കും ദാസനാണ്. I am a servant to all. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഞാൻ ഇപ്പോഴും ഏതെങ്കിലും കൺവെൻഷനോ മറ്റെവിടേക്ക് പോവാണെങ്കിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനൊക്കെ ഞാൻ അങ്ങ് അവിടെ കൂടും. Even now when I go for any conventions or any place, I'll go there in order to serve food. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. എന്റെ മനസ്സ് മൊത്തം അറിയാമോ? Do you know what's in my mind? ഞാൻ ഒന്നുമില്ലാത്തവനാണ്. I'm nothing. ഞാൻ ഏതുമില്ലാത്തവനാണ്. I'm nothing. എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. Nothing to boast. എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. Nothing to glory. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ മാത്രം. If I have anything to glory, then it's the mere grace of God. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ദാനം മാത്രം. If I have anything, it is only God's blessing. അവന്റെ കൃപ തന്നത് മാത്രമല്ലാതെ എനിക്ക് ഒന്നും പ്രശംസിപ്പാനില്ല. Nothing to boast that my God is granting me grace. ദൈവമക്കളെ, ആ ചിന്തയോടെ നമുക്ക് ജീവിക്കാം. Dear children of God, let's live with that mind. ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ച് ജീവിക്കാം. Trusting in the grace of God, let's live. ബാല്യത്തിലെ എന്നെ ഒരിക്കൽ വരുവാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. Man has brought me for price right from my youth. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ആ വിലയ്ക്ക് വാങ്ങി അവന്റെ ചെവി കട്ടളക്കാൽ ചേർത്ത് വെച്ച് അവൻ എന്ത് ചെയ്തു? ബന്ധിച്ചു കഴിഞ്ഞു. Having brought him with the price, we see his master boring his ear and all. ഞാൻ നിനക്ക് ദാസനാണ്. Forever I am a servant. Forever I am a slave. നമ്മുടെ കർത്താവിനോട് ചേർത്ത് നമ്മെ ബന്ധിച്ചിരിക്കുന്നു ദൈവമക്കളെ. Dear children of God, we are being bound together with our Lord Jesus. ഇനി ഞാൻ ഒരിക്കലും എനിക്ക് പ്രശംസിപ്പാനില്ല. Henceforth there is nothing for me to glory. ദാസനാണ്. I am a slave to my ദൈവത്തിന്റെ ദാസനാണ്. I am a master, slave to my God. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയൂ. Only those
such ones who live so it can come nigh unto God. അവൻ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിനടുക്കിലേക്ക് അവന്റെ അടുക്കൽ ചെല്ലാം. Bearing his reproach, let's go outside the camp to him. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to God. ദൈവത്തിന് സ്തോത്രം. Praise be to God. നാലാമതായിട്ട് ഒരു കാര്യോട് പറയട്ടെ. Fourthly, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെ വചനം ഇപ്രകാരം വായിക്കുമ്പോൾ Ephesians 6:13 to 16, സർവ്വായുധവർക്കം ധരിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലണം. putting on the whole armor of God, we are to come nigh unto him. ശത്രുവോട് പോരാടാനുള്ളായിരിക്കുന്ന ആയുധം ധരിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലണം. Armor to strive against the enemy, and you are to go unto him. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനുമായി ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. Take the whole armor of God. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. നീതി എന്ന കവചം ധരിക്കണം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഇങ്ങനെ വേണം കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ. In this manner you are to come nigh unto God. സർവ്വായുധവർക്കം ധരിച്ചുകൊണ്ട് ദൈവമക്കളെ നാം പോരാടണം. Putting on the whole armor of God, we are to strive. അങ്ങനെ ശത്രുവിന് പോരാടി ജയമെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയൂ. Only those who strive against the enemy and win the battle come nigh unto God. ലൂക്കോസ് 1:70 വാക്യത്തിൽ വായിക്കുമ്പോൾ in Luke the Gospel chapter 1 and verse 70 we read. ലൂക്കോസ് 1:70 വാക്യം, നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. രക്ഷയുടെ കൊമ്പായി കർത്താവിനെ ഉയർത്തിയിരിക്കുന്നു. Horn of salvation, God is exalted. നമുക്ക് രക്ഷ പ്രാപിപ്പാൻ, we to be saved, നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ, we to have blessings, നമുക്ക് നന്മ ഉണ്ടാകുവാൻ, we to have goodness, നമുക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാൻ, we to have longevity, നമുക്ക് സൗഖ്യം ലഭിക്കുവാൻ, we to have healing, നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ, for us to be comforted, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ, for us to find a remedy for our problems, ശത്രുവിനോട് പോരാടി ജയമെടുക്കുവാൻ, we to strive and win the enemy. നമ്മുടെ പ്രിയനെ ഉയർത്തിയിരിക്കുന്നു. Our beloved has exalted. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയനെ ഉയർത്താം. In our family let's exalt your beloved. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനെ ഉയർത്താം. In our personal life let's exalt your beloved. നമ്മുടെ യേശുവരായി Jesus is going to come soon. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പായിട്ടുള്ള പേപ്പർ നിങ്ങൾ വായിച്ചിരിക്കും. 2 days back in the newspaper you might have read. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. എല്ലാ കാർഡും കൂടെ ഒരൊറ്റ കാർഡാകാൻ പോവുകയാണ്. All cards are being going to give link together. റേഷനും ഒരു രാജ്യം ഒരു റേഷൻ നേരത്തെ പറയുണ്ടായി. Single nation, a single ration. ഇപ്പോൾ എല്ലാം everything. passport, ബാങ്കിലെ ബുക്കും, bank accounts, പിന്നെ ID card, election card എന്നിവരുടെ എല്ലാം കൂടെ 5 വിധ കാർഡിനെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്നാക്കാൻ പോവുകയാണ്. All 5 cards are going to be linked together. ഒറ്റ കാർഡ് മതി. Single card is enough. ഗൾഫിൽ പോകാനും ആ കാർഡ് മതി. And to go abroad also that card is ആ കാർഡ് മതി. And that card is enough in order to buy. വോട്ട് ചെയ്യാൻ ആ കാർഡ് മതി. And to vote also that is enough. എന്തിനെ കാണിക്കുന്നു? What does it signify? ഇവിടെ കേട്ടതുപോലെ as we heard last night, ക്രിസ്തുവിന്റെ ഭരണകൂടം വരാൻ പോകുകയാണ് മക്കളെ. Administration of the Antichrist is ഒന്നാകാൻ പോകുകയാണ്. Everything is going to be made one, especially വസ്തുവകളൊക്കെയും assets and properties, വസ്തുക്കളും all the properties ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാൻ പോകുകയാണ്. going to be linked together with Aadhaar. അപ്പോൾ നിനക്ക് എവിടെല്ലാം വസ്തുക്കൾ ഉണ്ടെന്ന് അവർക്കറിയാം. They can know wherever you have a land. ഒടിക്കാൻ കഴിയില്ല. No, you cannot give it. ഒരു വ്യക്തിക്ക് ഒടിക്കാൻ കഴിയില്ല. You cannot sell it. നീ വേറെ ബാങ്കിൽ പൈസ ഇട്ടാലും, and if you go and have your accounts in any other bank, സ്വിറ്റ്സർലൻഡിൽ പോയി ബാങ്കിൽ പണം ഇട്ടാലും, even if you go to Switzerland, ഇന്ത്യയിൽ എവിടെ ഇട്ടാലും, or in India, any place, it can be seen. ദൈവമക്കളെ ആർക്കും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ വരാൻ പോകുകയാണ്. Dear children of God, a street where no freedom is going to come to pass. പത്രത്തിൽ വായിച്ചില്ലേ? The paper you might have read. ദൈവമക്കളെ ഇതെല്ലാം കൂടെ ഒന്നാകാൻ പോകുകയാണ്. Dear children of God, everything going to be linked together. നമ്മുടെ യേശുവരായി Jesus is coming അതിൽ ലക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. And the signs are being seen now. ഒരു രാജ്യം, a single nation, ഒരു നാണയം, a single coin is going to come into existence. ആർക്കും ദൈവമക്കളെ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ വരാൻ പോകുകയാണ്. Dear children of God, a time when none have no freedom is going to come into existence. ഇപ്പോൾ നമ്മൾ എല്ലാവരും ആത്മാവിൽ സന്തോഷിക്കുന്നു. Now we all are rejoicing in the spirit. ഇതിനൊക്കെ ഒരു വിരാമം വരാൻ പോകുകയാണ്. And now it's going to come to its end. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അല്ലെങ്കിൽ ഇന്ന മാർക്കറ്റിൽപ്പെട്ടവരാണ്, we belong to such കൂട്ടായ്മകളാണ്, we have such, അല്ലെങ്കിൽ ക്രൈസ്തവരാണ്, we are Christians, ക്രൈസ്തവരാണ്, we are non-Christians, അല്ലെങ്കിൽ മുസ്ലിംസ് ആണ്, we are Muslims, മറ്റേതെങ്കിലും മതക്കാരാണ്, we are other മതക്കാരാണ്.
They ബുദ്ധമതക്കാരാണ്. are Buddhists. ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കുന്നതായ ലേബലുകൾ വാഹനങ്ങളിലോ മറ്റൊന്നും പതിക്കാൻ പാടില്ല എന്നൊരു നിയമം വരാൻ പോവുകയാണ്. Denoting all these no labels can be notified in the vehicles. എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എഴുതാൻ പാടില്ല, You cannot write praise the അതിന് Lord വചനം എഴുതാൻ പാടില്ല, or any verses, മറ്റൊന്നും പാടില്ല. nothing else. ഇതെല്ലാം വരാൻ പോകുകയാണ്. All these are going to come into ഇതൊക്കെ existence. സംഭവിക്കുന്നത് എന്താണ്? Why did it come to pass? നമ്മുടെ വീണ്ടെടുപ്പുകാരനടുത്തിരിക്കുന്നു. Our time of redeeming is at hand. നമ്മുടെ യേശുവരായി Jesus is going to നമുക്ക് come. ദൈവത്തോട് ചേർന്നിരിക്കാം. Let's join our Lord. അവനുമായിട്ട് ബന്ധിച്ച് ഒന്നിച്ചു പോകാം. Let's be found related tonight with നമ്മുടെ Him. കാതുകളെ അവൻ തുളച്ചിരിക്കുകയാണ്. കാതുകളെ തുളച്ചിരിക്കുന്നു. Now ears are being bored. ഞാൻ അവന്റെ ദാസനാണ്, Henceforth your servant. ഞാൻ അവന് അടിമയാണ്. I am a slave to Him. ദൈവമക്കളെ, ദാസനെ പോലെ ജീവിക്കുന്നവർക്ക് മാത്രമേ യേശുവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയൂ. Dear children of God, only those who live as a servant can be found together with our Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദാസനെ പോലെ ജീവിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അവരുടെ വാ തുറക്കുകയില്ല. If we are the children of God who live as a servant, then we will never open our mouth. ഒരു ന്യായീകരണമില്ല അവിടെ. No justification. യജമാനൻ എന്ത് പറയുന്നു അത് മാത്രം ചെയ്യണം. What the master says is enough. നീ പോകാൻ പറഞ്ഞ പോണം, If you tell me to go, he വരാൻ will പറഞ്ഞ വരണം. ask to come. അതിനപ്പുറമായിട്ട് ഒന്നുമില്ല. Nothing else beside it. ഞാൻ ദൈവത്തിന്റെ ദാസനാണ്. I am a servant of God. കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നുവോ What God says, അതുപോലെ ചെയ്താൽ എനിക്ക് മതി. it's enough for me to do വേറൊന്നും so. എനിക്ക് വേണ്ട. Nothing else I വേറൊന്നും need. എനിക്ക് ആഗ്രഹമില്ല. Nothing else I യേശു desire. പറഞ്ഞിരിക്കുന്നവർ മാത്രം എനിക്ക് പോയാൽ എനിക്ക് It's മതി. enough for me to do that which my Jesus has commanded. അതാണ് ദൈവമക്കളുടെ തീരുമാനം. And that is the determination of our children of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ദൈവമക്കളെടുത്തവരുണ്ട്. How many of you are taking such a decision? ഒരു നിമിഷം, Just for a minute. ഒരു നിമിഷം Just for a minute. കരം ഉയർത്തി Let's lift up a hand. ഞാൻ എന്റെ യേശുവിന്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ സമർപ്പിക്കുന്നു. I surrender myself to do the will of my Jesus alone. ഞാൻ കർത്താവിന് അടിമയാണ്. I am a slave to my God. Oh God, എന്റെ യേശുവിനെ എനിക്ക് ഇഷ്ടം ചെയ്താൽ എനിക്ക് മതി. It is enough for me to do the will of my എന്റെ കർത്താവിനെ Jesus. എനിക്ക് പ്രസാദിപ്പിച്ചാൽ എനിക്ക് It മതി. is enough for me to please my God. എനിക്ക് അവനോട് ചേർന്നാൽ എനിക്ക് മതി. It is enough for me to join my എന്റെ God. യേശുവിന്റെ വഴിയിൽ എനിക്ക് ജീവിച്ചാൽ എനിക്ക് മതി. It is enough for me to live in the ways of my Jesus. എനിക്ക് എന്റേതായിട്ട് എനിക്ക് ഒന്നും വേണ്ട കർത്താവേ. Oh Lord, I want nothing of നീ myself. മാത്രം എനിക്ക് മതി കർത്താവേ. Thou alone art not sufficient for me. Oh God, hallelujah, God, Jesus, hallelujah, mighty God, hallelujah, Jesus, thank you Lord, mighty God, the welcome to the Lord, hallelujah. മറ്റൊരു വിഷയം, Nextly, ഗലാത്യലേഖനം 6:2 Galatians 6:2. കർത്താവിന്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? What should we do to go nigh unto Jesus? തമ്മിൽ ഭാരങ്ങളെ ചുമക്കുകൊണ്ട് അവരുടെ അടുക്കൽ ചെല്ലണം. We bear ye one another's burdens and come unto Him. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുവിൻ. Bear one another's burdens and so fulfill the law of Christ. മറ്റുള്ളവരുടെ ദുഃഖത്തെ മനസ്സിലാക്കി നമ്മുടെ കർത്താവ് അടുക്കണം. Understanding the sorrows of others, we have to draw nigh unto Christ. സഹോദരി ദുഃഖത്തിലായിരിക്കുന്നു. If a brother or sister is in sorrow, യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയണം, you have to go nigh unto Jesus and say, നീ അവരെ സഹായിക്കണമേ. Lord, please help them. എന്നെ സഹായിക്കണമെന്നല്ല, Lord, to help me. യേശുവേ നീ അവരെ സഹായിക്കണം. Lord, please help them. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഫോൺ വരുന്നത്. ഇന്നലെ എനിക്ക് സത്യത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. Yesterday, in fact, I couldn't sleep. ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരുന്നു. Continually phone ഞാൻ calls. നോക്കിയപ്പോൾ 1:30 മണി. At 1 a.m. മറ്റൊരു ഫോൺ വന്നത് 3 മണി, 2:30 മണി. Call at 2:30 a.m. അയ്യോ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കിടന്നു. I praised and prayed. പിന്നെ ഉറക്കമൊന്നും വന്നില്ല. Then couldn't sleep. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവിടെ ആവശ്യങ്ങൾ അറിയിക്കുകയാണ്. They are making known their needs. ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്ന ഒരു വിശ്വാസം. This is their faith that a single word is being prayed. It is അവിടെ ദുഃഖ സമയത്തിൽ അർദ്ധരാത്രി വിളിക്കുകയാണ്. in their sorrow at midnight they are calling me. ഉടനെ എഴുന്നേറ്റ് Immediately I woke up. ആ പിശാചിന്റെ പോരാട്ട ശക്തിയോട് പോരാടുകയാണ്. Striving against the devilish power. യേശുവേ സഹായിക്കണമേ. Lord Jesus, please help them. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. A single word is enough. അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന. At the prayer at midnight. യേശു അത് സഹായിക്കും ദൈവമക്കളെ. Jesus will help them. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് എന്താണ് ഇതാക്കേണ്ടത്? മറ്റുള്ള ഭാരത്തെ നമ്മൾ വഹിക്കണം. Bear others' burden. മഹാപുരോഹിതന്റെ മാർപ്പതക്കമുണ്ട്. We have the breastplate of judgment is found at the in the high priest
ചുമലിൽ ചുമൽ കണ്ടമുണ്ട്. And at the shoulders also he is bearing it. വഹിക്കണം. And he had to bear it. മറ്റൊരു ചുമന്ന് പിടിവിക്കണം. And he had to bear it and deliver ഒരു them. ശുശ്രൂഷകന്റെ യോഗ്യത എന്ന് പറയുന്നതാണ്. This is the qualification of a servant of മറ്റുള്ളവരുടെ God. അകൃത്യത്തെ വഹിക്കുക. Bearing others' burden. സൺഡേ സ്കൂൾ അധ്യാപകർ And the Sunday school teachers. ബാലിശമായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിൽ കൂടെ അവരെ അടുപ്പിച്ചിട്ട ശേഷം അവിടെ ആയിരിക്കും തെറ്റായ സ്വഭാവത്തെ മനസ്സിലാക്കി കൊടുത്ത ശേഷം അവരെ ശ്രേഷ്ഠരാക്കി മാറ്റുക. In love, drawing their children towards them and making known them all their wicked natures, helping them to come out of all the wicked natures. ഒരു കുട്ടി എന്നേക്കൊന്ന് പറഞ്ഞു, one child came and told me, സാറിന്റെ ക്ലാസ്സിൽ പോയില്ല Appacha, I will not go and sit in that sir's class. എന്താ മക്കളെ? Why? പുള്ളി കൂടെ കൂടെ വീശ ചുരുട്ടുന്നു. Often I see him. അപ്പോൾ എന്റെ ഒന്ന് കംപ്ലൈന്റ് പറഞ്ഞതാ. This was a complaint. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അപ്പോൾ കൊച്ചിന്റെ എനിക്ക് സാറിന്റെ എനിക്ക് പോകാൻ പേടിയാണ്. Appacha, I'm afraid to go to him. അദ്ദേഹത്തിന് കൂടെ കൂടെ ഇങ്ങനെ മീശ ഒരുക്കി റെഡിയാക്കി വന്നിരിക്കുകയാണ്. അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് മീശ കൂടെ തടവും. കുഞ്ഞിന് കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അധ്യാപകരാരും മീശ വെക്കരുതെന്ന് പറയുന്ന കാര്യം അതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദാസനായിരിക്കുന്ന ദൈവമക്കളെ കുഞ്ഞുങ്ങളെ സ്നേഹത്തിന് അടുപ്പിച്ചിട്ട ശേഷം ചെയ്യണം, അവരെ പഠിപ്പിക്കണം. In love we have to make the children draw nigh unto you, and then you have to teach them. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കണം. ഗലാത്യ ലേഖനം 6:5 വാക്യം വായിച്ച്, ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കണം. ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ. ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ. For every man shall bear his own burden. അവന്റെ ചുമട് നമ്മൾ ചുമക്കണം. We had to bear their burden. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ ചുമട് അവർ ചുമക്കട്ടെ. Our burden let them bear. താന്താന്റെ ചുമട് താന്താൻ ചുമക്കുന്നു, മറ്റുള്ളവരുടെ അകത്ത് നമ്മൾ ചുമക്കണം. We bear your own burden and others' burden you have to bear. ദൈവത്തിന് സ്തോത്രം. Praise be to God. പണ്ടൊക്കെ ആണെങ്കിൽ തലച്ചുമടിലായിരുന്നല്ലോ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന, വാഹനമൊന്നും കൂടി ഇല്ലായിരുന്നല്ലോ. In the former days we see people used to bear on their head burden. തലയ്ക്ക് ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ ചുമട് താങ്ങി ഉണ്ടായിരുന്നു. In each places there were places in order to lay down their burden from their head. ദേശത്ത് പോലും ഇപ്പൊ കാണാനില്ല. And it's not seen anywhere nowadays. ചുമന്നുകൊണ്ട് വരുമ്പോൾ അതിന് നീ ഇറക്കി വെച്ചിട്ട് നീ അല്പം വിശ്രമിച്ചിട്ട് ശേഷം വീണ്ടും അതിനെടുത്ത് തലയിലോട്ട് കൊണ്ട ശേഷം നീ പോകും. At that place they will lay down their burden and then they will place it again on their head and go forward. വഴിവത്തി വെച്ച് മരിക്കാതിരിപ്പാൻ, മുടിഞ്ഞു പോകാതിരിപ്പാൻ നിന്റെ ഭാരം വഹിക്കുന്ന ഒരു ചുമട് താങ്ങി നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ ഭാരം അവന് വേണ്ടി വയ്ക്കണം. In your way not to perish, there is a particular man who bear your burden and you have to place all your burden upon him. അവൻ നമ്മെ ചുമക്കുന്നവനാണ്. He is a God who bears us. ചുമന്ന് വിടുവിക്കുന്നവനാണ്. He is a God who bears and delivers us. യെശയ്യാവ് 46:2 വാക്യത്തിൽ വായിക്കുമ്പോൾ, In Isaiah chapter 46 and verse 2 we read, അവൻ നമ്മെ ചുമക്കുന്നവനാണ്. He is a God who will bear us. അവൻ നമ്മുടെ അകൃത്യം വഹിക്കുന്നവനാണ്. He is a God who will bear our iniquities. നമ്മുടെ ഭാരത്തെ വഹിക്കുന്നവനാണ്. He is a God who bears all our burden. ചുമന്ന് വിടുവിക്കുന്ന ഒരു ചുമട് താങ്ങിയാണ്. He is a God who will carry us and will bear us. അതുകൊണ്ട് യേശു പറഞ്ഞത്, That's why Lord Jesus said, എന്റെ മേൽ വിട്. Place your burden upon me. ഞാൻ നിന്റെ ഭാരത്തെ വഹിക്കാം. And I will bear it. ഞാൻ ഭാരത്തെ ചുമക്കാം. I shall carry your burden. ഇന്ന് ഓർക്കാലം This morning, ഏതെല്ലാം ഭാരത്തോടെ ദുഃഖത്തോടെ വേദനയോടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ഉണ്ടോ? if there be any children of God sitting here with any kind of sorrow, with any kind of pain or burden, രോഗത്തിന്റെ ഭാരമായിരിക്കാം, but it might be the burden of sickness, ചിലപ്പോൾ അകൃത്യഭാരമായിരിക്കാം, or it might be the burden of your transgressions, മക്കളെ കുറിച്ചുള്ള ഭാരമായിരിക്കാം, or it might be the burden regarding your children. ജോലി ലഭിക്കാത്ത പഠിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുന്നതായ ആ ദുഃഖം വേദനയും ഭാരമായിരിക്കാം. Perhaps this might be a burden that your children is still having no occupation. കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, Recently a person said, എനിക്ക് വേറെ ഒന്നും വേണ്ട പച്ച, I do not want anything ഞാൻ else. മുഴങ്കാൽ മടക്കുമ്പോൾ When I be on my knees, എനിക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. I had an experience of shedding tears and praying. അത് എനിക്ക് വിട്ടുപോയി. But now it's lost. എനിക്ക് കരയാൻ കഴിയുന്നില്ല. Unable to cry. വേറെ എനിക്ക് ഒന്നും വേണ്ട പച്ച, I want nothing else. എനിക്ക് കരഞ്ഞു പ്രാർത്ഥിപ്പാൻ എനിക്ക് കൃപ തരണം. I want grace to cry and pray. അവിടെ ഭാരം നോക്ക്. See their burden. മറ്റൊരു സഹോദരൻ എനിക്ക് വന്ന് പറഞ്ഞു, Another sister told me, ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. I have more goodness to say. അതൊക്കെ മായയാണ്. But everything is vanity. എനിക്ക് ഒരു കാര്യം സത്യം, One thing is true. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞിരിക്കുക, ആത്മാവിനെ ആരാധിക്കണം. ഇപ്പോൾ അത് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. I used to get filled in the anointing and worship God of the Spirit, but now it's impossible. Please pray for me. എന്താണ് നിങ്ങളുടെ ഭാരം? What is your burden? പ്രസംഗത്തിന്റെ മധ്യത്തിൽ Amidst the sermon, കർത്താവിന്റെ ആത്മാവ് സംസാരിക്കും. Spirit of God is speaking. നിങ്ങളുടെ ഏത് ഭാരമാകട്ടെ, Whatever be
your burden. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമായിരിക്കാം, Whether it be the burden regarding your children, നിങ്ങളെ കുറിച്ചുള്ള ഭാരമായിരിക്കാം, whether it might be regarding you, നിന്റെ ശരീരത്തിൽ അലട്ടുന്ന രോഗത്തെ കുറിച്ചുള്ള ഭാരമായിരിക്കാം, or regarding the sickness that chaileth your body, മക്കൾ വഴിതെറ്റി പോകുന്ന ഒരു ഭാരമായിരിക്കാം, because the children go astray, മറ്റ് ഏതൊക്കെയും കാര്യത്താകട്ടെ, whether it might be any other thing. എന്റെ യേശുവിന്റെ ഭാരത്തെ ഇന്ന് പോർക്കാലം വഹിക്കുന്നു വിശ്വസിക്കുന്നവർ മുടങ്കാലെ നിന്ന് കര ഉയർത്തി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. If you believe this morning that my Jesus is the one who beareth all my burdens, just for a minute be on your knees and lift up your hands and pray. കസേരയിലിരിക്കുന്ന ദൈവമക്കൾ ഒരു മിനിറ്റ് നിന്നാലും കുഴപ്പമില്ല. All those who are seated in the chairs, stand up for a minute. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു. Spirit of God is mightily ഇന്ന് speaking. പോർക്കാലം നീ സമർപ്പിക്കുന്ന, നീ കർത്താവിന് അർപ്പിക്കുന്ന സകല പ്രശ്നത്തിന് പരിഹാരം ഇതാ യേശു നിനക്ക് നൽകാൻ പോകുകയാണ്. This morning there is a solution for all your problems. Commit it to the Lord and He is going to solve it. അവൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. He will never leave you nor forsake you. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്. അവൻ നിന്നെ ചുമക്കുന്നവനാണ്, വഹിക്കുന്നവനാണ്, ചുമന്ന് വിടുവിക്കുന്നവനാണ്. Cast your burden upon the Lord and He is the God who beareth it upon your shoulders. Oh God. ഒരാൾ മാത്രം കണ്ണ് തുറക്കണ്ട. ഒരാൾ മാത്രം റോമലേഖനം 15:1 ഒരാൾ മാത്രം വായിക്കണം. നിങ്ങളെ ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ നിന്റെ ഭാരത്തെ ദൈവം വഹിക്കും. Dear children of God, He shall burn all your burden. Romans chapter 15 and verse 1. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുന്നു. We them that are strong ought to bear the infirmities of the weak. നമ്മുടെ ശക്തൻ നമ്മുടെ കർത്താവാണ്. Our Lord is our strength. നിന്റെ ദൈവമക്കളെ അശക്തരുടെ ബലഹീനതയെ ക്ഷീണിച്ചിരിക്കുന്നവരെ നിന്റെ ഭാരത്തെ വഹിക്കുവാൻ നിന്റെ അടുക്കൽ ശക്തനായ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. Dear children of God are weak. Dear children of God are unstrengthened. Our God, He is nigh unto you in order to bear your burden. ശക്തനായ ദൈവം നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. God who is powerful has come into us. അവൻ ശക്തിമാനാണ്. He is powerful. അവൻ ബലശാലിയാണ്. He is strong. അവന്റെ കൈയിൽ പിടിച്ചൊലിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. No power can pluck you out of His hands. നിന്നെ മാത്രമല്ല എന്റെ ഭാരത്തെ വഹിക്കുന്നവൻ നമുക്കായി ജീവിക്കുകയാണ്. Not only you, the one who beareth all your burdens, live for us. ഹല്ലേലൂയ. അലറിക്കരഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. Cry aloud and pray. അലറിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. Cry aloud and pray to God. യേശുവേ എന്റെ ഭാരം ഇന്നതാണ്. Lord Jesus, my burden is thine. എനിക്ക് അധികമായി പ്രാർത്ഥിക്കണം. I want to pray more. എനിക്ക് അധികമായി ആത്മാവിൽ നിറയണം. I want to get filled with the anointing more and എനിക്ക് more. ദൈവസന്നിധിയിൽ ഉപവസിക്കണം. I want to fast in God's presence. ഞാൻ ശാരീരികമായി ബലഹീനപ്പെട്ടിരിക്കുന്നു. I am physically weak. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കർത്താവ് ഇപ്രകാരമാണ്. Oh Lord, this is the present state of my children. മാതാപിതാക്കളെ അനുസരിക്കാൻ തലമുറയാണ്. My children are disobedient. ദൈവഭയമില്ലാത്ത തലമുറയാണ്. They are fearless to God. ദൈവസന്നിധിയിൽ പോയി ആരാധിക്കാത്ത തലമുറയാണ്. They do not go to God's presence to worship. ദൈവമേ സഹായിക്കണമേ. Lord, please help me. സർവ്വത്തിനും മതിയായവൻ യേശു വന്നിട്ടുണ്ട്. Jesus is all sufficient is come into our midst. അവൻ നിന്നെ കൈവിടത്തില്ല. He will never leave you. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. He will never forsake you. നിന്നെ തള്ളിക്കളയത്തില്ല. He will never cast you away. നിന്നെ മാത്രമല്ല നിന്റെ ഭാരത്തെ ചുമക്കുവാൻ ശക്തനായ ദൈവം നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. Our God is not only able to bear you, but is able to bear your burden also. He is come into our midst. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണീടെ അടച്ച് ഒരു നിമിഷം നീക്കാട്ടെ. Be on your knees, closing your eyes. വീര്യപ്പച്ചൻ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നു. I remember a story which Vijayapatan said. രണ്ട് കാലം മുടന്തനായ ഒരു മകനും ഒരു പിതാവിനുണ്ടായിരുന്നു. A father was there, was lame, രണ്ടാമത്തെ മുകളിലാണ് താമസിക്കുന്നത്. and he was living with his second brother. ഞാൻ പെട്ടെന്ന് പറയാം. Let me say it speedily. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ കാലിന് സ്വാതന്ത്ര്യമില്ലാത്ത മകൻ സ്റ്റെപ്പിൽ നിരങ്ങി താഴെ വന്നിരിക്കുന്നു. അപ്പന്റെ വരവ് നോക്കിയിരിക്കുകയാണ്. This lame son who was standing near the steps waiting for the coming of his father. ഇതാ പെട്ടെന്ന് പിതാവ് വരുന്നു. All of a sudden the father came. പിതാവിന്റെ കയ്യിൽ ഒരു പൊതിക്കെട്ടുണ്ട്. There was a wallet in the hand of the father, വെയിറ്റുള്ളതാണ്. and it was weighty.
ആ മകൻ പറഞ്ഞു, That son said, അപ്പച്ചന്റെ പപ്പായെ ആ സാധനം തന്നിട്ട് ഞാൻ എടുത്തോളാം. Papa, please give it, I want it. മോനെ, നിനക്ക് തന്നെ കയറി പോവാൻ കഴിയത്തില്ലല്ലോ, നിന്റെ കാലിൽ സ്വാതന്ത്ര്യമില്ലല്ലോ. Son, you cannot climb the steps because you are lame. വേണ്ടില്ല, സാരമില്ല പപ്പ, No, it's okay, ആ Papa. സാധനം എന്റെ കയ്യിൽ തന്നാട്ടെ. I want it. അത് സാധനം വാങ്ങിയതിനു ശേഷം After getting the in അവൻ hands, പ്രകാരം പറഞ്ഞു, he said, എന്നെയും കൂടെ എടുത്ത് മേലോട്ട് കൊണ്ടുപോകുവാൻ. take me also above. ആ കുഞ്ഞിനറിയാം, The child എന്റെ knew, കയ്യിരിക്കുന്ന ഭാരത്തെ എന്നെ ഇവിടെ വഹിക്കാനുള്ള ശക്തി എന്റെ പിതാവിനുണ്ടെന്ന്. my father is powerful not only to bear me but also my burden. നിന്നെ മാത്രമല്ല, എന്റെ ഭാരത്തെ വഹിക്കാനുള്ള ശക്തനായ ദൈവമാണ് ഇവിടെ ദൈവം. Our God is having more strength not only bear your burden but you also. നീ ഒന്നിനാലും ഭയപ്പെടേണ്ട. Therefore fear നീ not. ഒന്നിനാലും ഭയപ്പെടേണ്ട. Never fear. നിന്നെ വഹിക്കുന്ന ഒരു യേശു നമുക്കായി ജീവിക്കുകയാണ്. Jesus is more powerful, lives for നിന്റെ us. ഭാരത്തെ വഹിക്കുന്നവൻ യേശു ജീവിക്കുന്നു. Jesus who bears your burden lives for you. ഭയപ്പെടേണ്ട, Fear ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. Fear not, for I am with you. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. Be not dismayed, I am your God. ഞാൻ നിന്നെ ശക്തീകരിക്കും. I will strengthen you. ഞാൻ നിന്നെ സഹായിക്കും. I will help you. നീതിയുള്ള വലക്കൈയുണ്ട്, ഞാൻ നിന്നെ താങ്ങാം. I will strengthen you with the right of my righteousness. ഇന്ന് പോർക്കാലം ഈ നിമിഷം ഇതാ കർത്താവിന്റെ കരം നീട്ടി നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. This morning, behold, God is going to stretch forth His hand and heal you. ഹല്ലേലൂയ. യേശുവിന്റെ കരം നീട്ടി ഇപ്പോൾ നിനക്ക് വിടുതൽ തരാൻ പോകുകയാണ്. Stretching forth His hand, now itself Jesus is going to grant you deliverance. മീറ്റിംഗിന് ശേഷം പിന്നെ ഒരു പ്രാർത്ഥന വേണ്ട. We do not want another prayer at the end of this meeting. യേശുവിന്റെ കരം തൊടാൻ പോകുകയാണ്. Hand of Jesus is going to touch you. നിന്റെ വേദനയുള്ള ഭാഗത്ത് നീ തന്നെ കരം വെച്ചാട്ടെ. At the part of pain, place your hand. നിങ്ങൾ ഏതെങ്കിലും രോഗിയാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ ഭാഗത്ത് കരം വെപ്പി. If there be anyone come near a sick one, place your hand over that area. നിന്നെ വിടുവിക്കുന്നവൻ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. Behold, your deliverer has come nigh unto you. നിന്റെ അകൃത്യങ്ങൾക്ക് മാത്രമല്ല, സകല രോഗത്തിനും യേശു നല്ലവനാണ്. Not only for your transgressions, for all your sicknesses, Jesus is good. യേശുവിന്റെ കരം തൊടുമ്പോൾ ശക്തി ഉണ്ടാകും. When the hand of Jesus should touch you, immediately power should proceed. യേശുവിന്റെ കരം തൊടുമ്പോൾ ശക്തി പുറപ്പെടും. When the hand of Jesus should touch you, immediately power should proceed. നിന്റെ അടുക്കൽ യേശു നിൽക്കുന്നു. Jesus is standing near you. നീ വിശ്വാസത്തോടെ അവനെ തൊട്. By faith, touch him. അവനിൽ നിന്ന് ശക്തി പുറപ്പെടും. Power should proceed out of him. വിടുവിക്കുന്ന ശക്തി, Power that delivers. സൗഖ്യമാക്കുന്ന ശക്തി, Power of healing. ജീവൻ നൽകുന്ന ശക്തി, Power of life. ബലപ്പെടുത്തുന്ന ശക്തി, Power that strengthens. ആശ്വാസം നൽകുന്ന ശക്തി, Power that comforts. സൗഖ്യമാക്കുന്ന ശക്തി, Power that heals. നിന്റെ ഭാരത്തെ വഹിക്കുന്ന ശക്തി. Power that carries your burden. God. Hallelujah. Hallelujah. Show God. Hallelujah. Hallelujah. എന്റെ രോഗത്തിന് സൗഖ്യം ലഭിക്കുമോ എന്ന് സംശയിച്ചിരിക്കുന്ന ചിലരുണ്ടെന്ന് കർത്താവ് ആത്മാവ് സംസാരിക്കുന്നു. Spirit of God is speaking in this manner. There is some people who are doubtful that whether my sickness will be healed. പ്രിയ ദൈവമക്കളെ, നിശ്ചയമായും നീ സംശയിക്കേണ്ട. ദൈവത്തിന്റെ കരം അത്ഭുതത്തിന്റെ കരമാണ്, ശക്തിയുടെ കരമാണ്, ജീവൻ നൽകുന്ന കരമാണ്, വിടുവിക്കുന്ന കരമാണ്, നിന്നെ സൗഖ്യമാക്കുന്ന കരമാണ്. Dear child of God, never be doubtful. The hand of God, it's marvelous. It's a delivering hand. It is a hand that should comfort you. It is a hand that will heal you. എന്റെ യേശുവിനെ തൊട്ടുന്ന് വിശ്വസിക്കുന്നവരെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പേര് അഭിഷേകം അയക്കാൻ പോകുകയാണ്. If there be anyone believe that my Jesus has touched me, upon them the anointing is going to descend. അവർ അങ്ങനെയുള്ളവർ എന്റെ കർത്താവ് തൊട്ടുന്ന് വിശ്വസിക്കുന്നവർ ആത്മാവ് നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ചാട്ടെ. ആ ദൈവശക്തി ഇതിന് വ്യാപരിക്കട്ടെ. If you believe that my Jesus has touched me, get filled with anointing. Let Jesus touch you and heal you. Thank you, Lord. I become shut up to the word God. Hallelujah. 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 ദൈവാത്മാവ് സംസാരിക്കുന്നു. Spirit of God is speaking in this manner. പൂർണ്ണമായി 100% ഞാൻ വിശ്വസിക്കുന്നു. 100%
100% I believe. എന്റെ കർത്താവ് എന്നോട് സംസാരിച്ച വിഷയം ഞാൻ വിശ്വസിക്കുന്നു. I believe that my God has spoken to me. യേശു നിന്നെ തൊട്ടിരിക്കുന്നു. Jesus has touched you. യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. Jesus has healed you. നിന്റെ ശരീരത്തിൽ രോഗമില്ല. Now there's no sickness in your body. നിന്റെ ശരീരത്തിൽ വ്യാധി ഇല്ല. No more sickness. ശത്രു തോറ്റുപോയി. Enemy is defeated. ശത്രു തോറ്റുപോയി. Enemy is defeated. ഒരു പക്ഷേ നീ ചിന്തിച്ചേക്കാം എന്റെ ശരീരത്തിൽ ഒരു രോഗമില്ലല്ലോ എന്ന്. Perhaps he might be changing. There's no sickness in my body. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. Spirit of God is speaking. അഭിഷേകത്തെ നുകം തകർന്നു പോകും. You shall be destroyed because of the anointing. ഈ നുകത്തിന് അടിമയാകത്തീരത്തില്ല. Never you will be enslaved by that yoke again. രോഗത്തിന് അടിമയായി മാറിയില്ല. Never you will be enslaved by sickness. ശാപത്തിന് അടിമയായി മാറത്തില്ല. Never you will be slave to curse. മന്ത്രവാദത്തിന് അടിമയായി മാറത്തില്ല. Never you will be enslaved to enchantment. സൂത്രപ്രയോഗത്തിന് അടിമയായി മാറുകയില്ല. Never you will be enslaved to sorcery. കാരണം because നീ അഭിഷക്തനാണ്. you are an anointed person. ദൈവമക്കളെ ഒരൊറ്റ മിനിറ്റ് ദൈവമക്കൾ ഒരുപോലെ ആത്മാവിൽ നിറയട്ടെ. Just for a single minute together let's all get filled with anointing. ശരീരത്തെ വിട്ടുകൊടുത്ത ആത്മാവിൽ നിറഞ്ഞാട്ടെ. Fill your body and get filled with anointing. ദൈവസ്നേഹത്തെ നിറയട്ടെ. Let the Spirit of God get filled. ശത്രുവിന്റെ കോട്ടകൾ തകരട്ടെ. Let all the powers, the force of the enemy destroyed. Thank you Lord. Wake up to them. ഇരിക്കാം. ഒരു 1-2 വാതിനോട് പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. എബ്രായലേഖനം 13:13 വാക്യം. Hebrews 13:13. എന്താണ്? നാം അവനെ നിന്ന ചുമന്നുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലുക. Therefore let's go nigh to him bearing his reproach. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. എബ്രായലേഖനം ദൈവമക്കളെ 11:26 വാക്യത്തിൽ വായിക്കുന്നു. In 11:26 we read. അത് വലിയ ധനമാണ്. It's a great riches. അവന്റെ ശബ്ദം അവന്റെ നിന്ന 11:26 മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. നിന്ന വലിയ ധനമാണ്. The reproaches of Christ, it is a great treasure. യേശുവിന്റെ നാമനിമിത്തമായി നിന്ദിക്കപ്പെട്ടേക്കാം. We might be reproached for the name of the Lord. ത്യജിക്കപ്പെട്ടേക്കാം. You might be denied. വ്യസനപാത്രമായി മാറിയേക്കാം. You might be a vessel of sorrow. ദുഃഖം അനുഭവിക്കേണ്ടി വന്നേക്കാം. You might endure grief. പ്രിയ ദൈവമക്കളെ, dear children of God, ഭയപ്പെടേണ്ട. fear not. അത് വലിയ ധനമാണ്. It is a great richness. ആ ധനത്തെ ചേർപ്പാൻ യേശു വേഗം വരുന്നു. And in order to get that wealth, Lord Jesus is going to appear very soon. സഹിക്കുന്നവർക്കായി നിത്യവാസസ്ഥലം ഒരുക്കുന്നുണ്ട്. For all those who endure it in eternal നമ്മുടെ പ്രിയനോട് ചേരാം. let's be joined with our beloved. നമ്മുടെ പ്രിയനോട് ചേരാൻ സുദിനം അടുത്തിരിക്കുകയാണ്. The day is at hand to join our beloved. ഇന്ന് നമ്മൾ മരിക്കട്ടെ. Today let's die. ഇന്ന് യേശുവിന്റെ വരവാകട്ടെ. And to be the coming of for Jesus. ഞാൻ യേശുവിനോട് ചേരും. I will join my Jesus. അത് വിശ്വസിക്കുന്ന മക്കളുണ്ടോ? Or is there be anyone who believe it?